എൻ്റെ പേരും പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരി എന്ന സ്ഥലത്ത് ചളവറ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് വീട് താമസിക്കുന്നത്. വല്ലപ്പോഴാണ് ഷോപ്പ് നടത്തുന്നത്. 4 വർഷത്തോളമായി RCMന്റെ ഷോപ്പ് വല്ലപ്പുഴ നടത്തിയായിരുന്നു. 2020 ഓപ്പൺ ചെയ്തതാണ്. അതിനു മുന്നേ 6 വർഷം പ്രവാസിയായിരുന്നു. 2014 ഗൾഫിൽ പോയി. അവിടുന്ന് ഫീൽഡ് വേറെ ആയിരുന്നു, കുക്കിംഗ് ഫീൽഡായിരുന്നു, അറബി കുക്കായിരുന്നു. ആ ഫീൽഡിൽ നിന്ന് മാറുന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. കാരണം 2 വർഷത്തില് ഒരു 45 ദിവസത്തെ ലീവ്, ആ 2 വർഷം അധ്വാനിച്ച പൈസക്ക് ആ ഒരു 45 ദിവസം കൊണ്ട് നമ്മൾ ചെലവാക്കിയിട്ട് വീണ്ടും പ്രവാസത്തിലേക്ക് പോകും. ആ സിസ്റ്റമാണ് ഇന്നും നമ്മുടെ നാട്ടിലെ പ്രവാസികളാണെങ്കിലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അതാണ്. 2 വർഷം പണിയെടുത്തിട്ട് 1 വർഷം കൊണ്ട് ആ ക്യാഷ് ചെലവാക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ പ്രവാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വീണ്ടും പ്രവാസി ആയിക്കൊണ്ടേ നിൽക്കുന്നത്. അവർക്ക് നാട്ടിൽ നിൽക്കാനോ നാട്ടിലെ ഒരു ബിസിനസ് തുടങ്ങാനോ ഒന്നിനും പറ്റാത്തൊരു കാരണം അതാണ്. 2020 2014 2017 നാട്ടിൽ വന്ന സമയത്ത് എന്നെ ടെക്നിക്കൽ അച്ചീവർ ശശീന്ദ്രൻ സാറ് ഒറ്റപ്പാലത്തെ പ്രോഗ്രാം എന്നെ വിളിക്കുകയുണ്ടായി. പക്ഷെ അന്ന് ഞാൻ പ്രോഗ്രാമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്രോഗ്രാമാണെന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല എന്നുള്ളത് അവർക്ക് അറിയുന്നതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. പക്ഷെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു സംഭവം ഇങ്ങോട്ട് വായോന്ന് പറഞ്ഞു. ഒറ്റപ്പാലത്തായിരുന്നു, കന്യാപുരത്ത്. അപ്പൊ ഞാന് അവരെല്ലാരും പുറത്ത് നിൽക്കുന്നുണ്ട്, ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുക. എന്നെ കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് കുറെ ആളുകള്, കാരണം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു സംവിധാനം. കാരണം പ്രൊജക്ടറൊക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. അത് മൂർത്തി സാറ് പ്രോഗ്രാമായിരുന്നു. പക്ഷെ മൂർത്തി സാർ ആരാ വേണ്ടെന്നുള്ളത് ഞാൻ RCMൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. പക്ഷെ അന്ന് ശശീന്ദ്രൻ സാറ് അന്ന് റോയൽറ്റി അച്ചീവർ ആയിരുന്നു. ഇപ്പൊ ടെക്നിക്കൽ അച്ചീവർ ആണ്. അപ്പൊ ശശീന്ദ്രൻ സാർ എന്നെ വിളിച്ചു. ഞാൻ അതിന്റെ ഫ്രണ്ട് വരെ ചെന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രോഗ്രാമാണ്, കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി, എന്നിട്ട് പറ്റില്ലെങ്കിൽ പോയിക്കോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കേറില്ല, ഞാൻ വരില്ല. എന്നിട്ടും ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് ഞാൻ അപ്പൊ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന മാതിരി ഇരുന്നിട്ട് ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോയി. കാരണം എനിക്കറിയില്ല, കാരണം നമ്മൾ കണ്ടു വന്നതോ നമുക്ക് കാണിച്ചു തന്നോ നമുക്ക് ആ ഒരു സിസ്റ്റം കാണിച്ചു തന്നിട്ടില്ല. സ്കൂളിൽ നിന്നാണെങ്കിലും മതപഠനമാണെങ്കിലും ഒന്നും നമുക്ക് ആ ഒരു സിസ്റ്റം ആരും പറഞ്ഞു തന്നിട്ടില്ല, കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ അതില് കുറച്ചു നേരം ഇരുന്നു. ജസ്റ്റ് അവര് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് തോന്നിച്ച് ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി പോന്നു. കാരണം എന്റെ ചിന്ത അതല്ലായിരുന്നു. കാരണം അവര് വിളിച്ചത് പ്രോഗ്രാമിനാണെന്ന് പറഞ്ഞിട്ടുള്ള ആണെങ്കിൽ ഞാനന്ന് പ്രോഗ്രാമിന് കയറിയിരുന്നു. പക്ഷെ പ്രോഗ്രാം എന്നുള്ളൊരു മൈൻഡ് അല്ലായിരുന്നു എന്റെ. അതുകൊണ്ട് ഞാൻ ഇരുന്നില്ല. എന്നിട്ടും ഗൾഫിൽ വന്ന് 2 വർഷം 3 വർഷം കഴിഞ്ഞ് 2019 നാട്ടിൽ വന്ന് എൻഗേജ്മെന്റ് ഫിക്സ് ആക്കി തിരിച്ചുപോയി. 2020 വന്നിട്ട് കല്യാണം, പിന്നെ നവംബറിലാണ് കല്യാണം. നവംബർ 22 മാരേജ് കഴിഞ്ഞത്. 29 ഷോപ്പ് ഓപ്പൺ ആക്കി. അതിന് മുന്നേ തന്നെ ക്യാഷ് കൊടുത്ത് ഓക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ബോർഡറും കാര്യങ്ങളും കറക്റ്റൊക്കെ സാങ്ഷൻ മേടിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്തു. അന്ന് മുതൽ നവംബറിൽ കല്യാണം കഴിഞ്ഞാൽ മാർച്ചൊക്കെ ആകുമ്പോൾ റിട്ടേൺ ഒരു 6 മാസം നാട്ടിൽ നിന്ന് തിരിച്ചു പോകാന്നുള്ള ലെവലിൽ നിന്നായിരുന്നു. ആ നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ RCMനെ കുറിച്ച് പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ, കാരണം നമുക്ക് അതിന്റെ അനുഭവങ്ങൾ ഉപയോഗിച്ച വ്യക്തികൾ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർ ഇങ്ങോട്ട് വന്നിട്ട് അതിന്റെ ഉപയോഗം അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു. കാരണം എങ്ങനെ ഉപയോഗിക്കണം, എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ പിന്നീടുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ടും അങ്ങനെ സൂമിലൊക്കെ എപ്പോഴെങ്കിലും, കാരണം ലീഡേഴ്സ് ഇങ്ങനെ പറയും അറ്റൻഡ് ചെയ്യ് ട്രെയിനിങ് ഓപ്പൺ മീറ്റിങ്ങിന് പോയോ. പക്ഷെ ഇതിനൊന്നിനും ഒരു പുതിയ ആളെന്നുള്ള നിലയ്ക്ക് ഞാനും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ പറഞ്ഞു ഷോപ്പ് നടത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അറിവ് വേണ്ടേ. ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും അറിവ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കണം, എന്നാലും നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ പോകാൻ നല്ലത് കാരണം. പക്ഷെ അപ്പൊ എനിക്ക് ഇങ്ങനെ ചിന്ത വന്നു, കാരണം ഗൾഫിൽ പോയാലും നമ്മൾ അതപ്പോ ഇങ്ങനെ കൊല്ലത്തിൽ വരും, നമ്മുടെ ലൈഫ് അങ്ങനെ പോകും. 2 വർഷത്തിന് ഇന്നും 35 വർഷം 40 വർഷമായിട്ടും ഇന്നും നാട്ടിൽ വരാത്ത കുറെ ആളുകളുണ്ട്. ലാസ്റ്റ് വരുന്ന ഒന്നായിരിക്കും ചിലപ്പോൾ അറ്റാക്ക് വരിക, എന്തെങ്കിലും അസുഖങ്ങൾ വരിക. പിന്നെ വീട്ടിൽ വന്ന ആർക്കും ആവശ്യം ഉണ്ടാവില്ല. നാട്ടുകാർക്കും ആവശ്യമില്ല, വീട്ടുകാർക്കും ആവശ്യമില്ല, എല്ലാം കഴിഞ്ഞു പോയിട്ടാവും വീട്ടിൽ വരിക. അപ്പൊ ഒരു വില ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ മുന്നേ നാട്ടിൽ നിൽക്കാന്നുള്ള ഒരു തീരുമാനത്തിലാണ് 2020 തന്നെ ഗൾഫ് നിർത്തിയിട്ട്
RCM ചെയ്യാൻ തയ്യാറായത്. മാർച്ചിലാണ് 2020 ഷോപ്പ് തുടങ്ങി. 2021 മാർച്ചിൽ ഞാൻ പോണില്ല എന്നുള്ള തീരുമാനം എടുത്തു. മാർച്ചിൽ പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് അടക്കം എടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ നിന്നതിന് ശേഷം നമ്മളെല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ ഏകദേശം മനസ്സിലായത്. അതിന്റെ മുന്നേ എന്റെ പെങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവള് പിന്നെ അങ്ങനെ പിന്നാക്കം നിന്ന്. അപ്പൊ ഞാൻ പഠിക്കൽ തുടങ്ങി. കാരണം അവള് പിന്നാക്കം വന്നപ്പോൾ ഞാൻ എല്ലാതും ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. മാർച്ചിൽ ഞാനൊരു തീരുമാനം എടുത്ത് ഞാൻ ഈ ഗൾഫിൽ പോണില്ല എന്നുള്ളത്. കാരണം പ്രോഗ്രാമുകൾ അപ്പോഴും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഷോപ്പ് എന്നുള്ളൊരു മെയിൻഡിൽ മാത്രം നാട്ടിൽ നിന്നതാണ്. ഷോപ്പ് നടത്തിയിട്ട് ഉള്ളത് മതി, നാട്ടിൽ നിൽക്കാം. ഷോപ്പിൽ നിന്ന് അങ്ങനെ 2021 മാർച്ച് ഏപ്രിൽ ആ സമയത്താണ് ജോയിൻ ചെയ്യണത്. അതിന്റെ മുന്നേ എൻ്റെ ഫാദർ സ്റ്റാറാണ്, ഇപ്പോഴും സ്റ്റാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫാദർ അന്നേ എൻ്റെ ഒരു ഐഡിയ അടിച്ചിട്ടിട്ട് പവർ ഉണ്ടാക്കിക്കാരുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ടെക്നിക്കൽ അച്ചീവറിന് പോയിട്ടുണ്ടാവും. കാരണം അന്ന് അടിച്ചിട്ടില്ല. 2021 മാർച്ച് ഏപ്രിൽ കാലഘട്ടത്തിൽ ആ സമയത്താണ് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ സെൽഫ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കണ്ടേ. അപ്പൊ ഒന്നും അടിച്ചിരുന്നില്ല. എങ്ങനെയാണ് ഇത് വരിക, പൈസ വരിക, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഒന്നും നമുക്കറിയില്ല. 2-3 മാസം കഴിഞ്ഞു ഇങ്ങനെ ചില്ലറ 300 രൂപ 400 രൂപ ഇങ്ങനെ അടിച്ചിട്ടു. അപ്പൊ ഇങ്ങനെ 50 റുപ്യ 60 റുപ്യ ഇങ്ങനെ സൈറ്റിൽ കയറി കിടക്കുന്ന കാണാണ്ട്. പിന്നെ അത് ക്രെഡിറ്റ് ആയപ്പോ ഇങ്ങനെ ചെറിയ ഇങ്ങനെ കൂടുതൽ ചെയ്യണം തോന്നി. പിന്നെയാണ് ലീഡേഴ്സ് ഇങ്ങനെ പറഞ്ഞ് ഡയമണ്ട് ക്ലബ്ബ് ചെയ്താലേ കാര്യമുള്ളൂ. പിന്നെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്താലേ നമുക്ക് 12 മാസം ചെയ്താൽ ഡൽഹി പോകാം, അല്ല രാജസ്ഥാൻ ബിൽവാരെ പോവാം, അവിടെ സ്റ്റേ ചെയ്യുക, ഡിന്നർ ഉണ്ട്, അവിടുത്തെ എൻജോയ് ചെയ്യാന്നുള്ള ആ ഒരു അതിൽ പെട്ടപ്പോ അത് ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ തുടങ്ങി. ഒരു 4 മാസം കഴിഞ്ഞിട്ട്. അന്ന് മുതൽ 12 മാസം ഇന്നേ വരെ അത് മുടക്കിയിട്ടില്ല. ഡയമണ്ട് ക്ലബ്ബ് ഒരു വർഷം ചെയ്തു. ഫസ്റ്റത്തെ 2022 ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഇവിടെ പോയി, രാജസ്ഥാൻ ഇവിടെ ഡൽഹി പോയി. രാജസ്ഥാൻ ഞാനും സെയ്ദ് സാറും ഞങ്ങൾ രണ്ടാളും മാത്രമാണ്, പാലക്കാട് ജില്ലയിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും മാത്രമാണ് അന്ന് പോയത്. അപ്പൊ അന്ന് നാരായണ സാർ ഇതിലുണ്ട്, പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നാരായണ സാറിനെ അറിയാം. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരെ ഞങ്ങൾ AC കമ്പാർട്ട്മെന്റിൽ പോയിട്ട് ഞങ്ങൾ നാരായണ സാറിനെ കണ്ടു. കാരണം ഞങ്ങൾ രണ്ടാളുള്ളൂ, ആരും നയിക്കാനോ ആരും കൊണ്ടുപോകാനൊന്നുമില്ല. ആദ്യമായിട്ട് ഡൽഹി പോയി. ഞാൻ ഗൾഫ് പോയിട്ടുണ്ടെന്നുള്ളൂ, ഇന്ത്യയിൽ വേറെ എവിടെയും പോയിട്ടില്ല. കേരളത്തിൽ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം അല്ലാതെ വേറൊരു ജില്ലയിൽ ഞാൻ പോയിട്ടില്ല. അപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലവും കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയിട്ട് ഡൽഹി ആനിവേഴ്സറിക്ക് ഞാൻ പോയി. ഫസ്റ്റത്തെ ആനിവേഴ്സറിക്ക് ഞാൻ RCMൽ വന്നിട്ട് ഫസ്റ്റത്തെ ആനിവേഴ്സറിക്ക് ഞാൻ പോയി. അവിടെ പോയി ഞങ്ങള് പ്രോഗ്രാമിന് എത്തുന്നത് ഉച്ചയ്ക്കും. കാരണം അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് എങ്ങനെ പോകണ്ടെന്നോ യാത്ര കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ എത്തിയിട്ട് ഞങ്ങള് മെട്രോ പിടിച്ച്, മെട്രോയിൽ ഞങ്ങൾ കുറെ കറങ്ങി. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ടിക്കറ്റ് പോലെ ഒരു ഇതുണ്ടല്ലോ, പോയിന്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങനെ പോയി. അവസാനം ഉച്ചയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോ, ഇന്ദിരാഗാന്ധി ഇന്റർ സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ ഉച്ച. അപ്പൊ ഞങ്ങൾ അതിന് മുന്നേ നമ്മുടെ ടാർജറ്റ് ഉണ്ടായിരുന്നു, റൈഡർ എന്നുള്ള 40,000 ലീവ് ചെയ്ത് കഴിഞ്ഞാൽ റൈഡറിന്റെ ഒരു പിന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അതിന്റെ എല്ലാ കൗണ്ടറും ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മളൊക്കെ ഓരോ ആഗ്രഹങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ കുത്തിയിട്ട് നമുക്ക് പ്രോഗ്രാമിൽ ഒന്ന് പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ എല്ലാ കൗണ്ടറും ക്ലോസ് ചെയ്ത്. ഫസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു സാറെല്ലാം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് നാട്ടിൽ കൊടുത്തേക്കും, ലീവ് കിട്ടില്ല പറഞ്ഞു. പിന്നെ ഞങ്ങൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ലീഡേഴ്സിനെ ഞങ്ങൾ തെരഞ്ഞു നോക്കി. കാരണം അവർ മുഖേന എങ്കിലും കിട്ടാൻ വകുപ്പുണ്ടാവും. നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പോവാണല്ലോ. ടാർഗറ്റ് ചെയ്തിട്ട് ചെന്നിട്ട് ഞങ്ങൾ കുറെ അന്വേഷിച്ച് കിട്ടിയില്ല. അവസാനം ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് സംശയം തീർക്കാൻ വേണ്ടി ഒന്നുകൂടി ചെന്നു. അത് കിട്ടാൻ വല്ല വകുപ്പുണ്ടായി. അപ്പൊ ഒരു നന്നായിട്ട് നമ്പർ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കും തന്നു റൈഡർ എന്നുള്ള പോസ്റ്റ്. അത് ആ പിന്നെ ഒരു ഷോൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ ഉള്ളിൽ കയറി. അന്ന് ആ പ്രോഗ്രാമിന്റെ ഹാളിൽ കയറിയപ്പോ 10-30,000 ആളുകളുടെ മുന്നിൽ TCG എല്ലാവരും, TCG അതിന്റെ മുന്നേ വന്ന് പോയിട്ടുണ്ട്. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സംവിധാനമല്ല. കാരണം മേൽഭാഗത്ത് നിന്നിട്ട് കാണികളുടെ മാതിരി കാണാനുള്ള ഒരു സംവിധാനം മാത്രമേ അവിടെ ഉള്ളൂ. ചെറിയ ടാർജറ്റിൽ ചെയ്തിട്ടുള്ളൂ അതിന്റെ ഇതില്. പക്ഷെ അന്നൊരു തീരുമാനം എടുത്തു, അടുത്ത പ്രാവശ്യം ആനിവേഴ്സറിക്ക് വരുമ്പോ ഒന്നില്ലെങ്കിൽ സ്റ്റേജിൽ, ഇല്ലെങ്കിൽ അതിന്റെ സെന്ററിലെ നടുഭാഗത്ത് ഇരിക്കാൻ, അച്ചീവേഴ്സിന് മാത്രം ഇരിക്കാനുള്ളൊരു സെക്ഷൻ ഉണ്ട്. ആ ഭാഗത്തെങ്കിലും ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് 2023 ആനിവേഴ്സറിക്ക് പോയി. അന്ന് ഞങ്ങൾ രണ്ടാൾ തന്നെ പോയത്. അത് അന്ന് 2023 ഞങ്ങൾ 4 ആൾ പോയി. ഞാൻ, ശശീന്ദ്രൻ സാറ്, പിന്നെ അമല്, സെയ്ദ് സാർ, ഞങ്ങൾ 4 ആളും പോയി. അന്ന് ഞങ്ങൾ ആ സെക്ഷനിൽ ആ പ്രോഗ്രാമിൽ ഞാൻ അതിൽ കീസോളിന്റെ അച്ചീവ് ചെയ്തിട്ട് നമ്മൾ സ്റ്റേജിൽ വരെ കയറി.
കാരണം അതിന്റെ മുന്നത്തെ പ്രാവശ്യം പോയിട്ട് മേൽഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കി കണ്ടു പോന്നതാ. ഫസ്റ്റത്തെ പ്രാവശ്യം പോയപ്പോ നമ്മളെ ഒരു മൈൻഡ് ഉള്ളത് നമുക്ക് ഇങ്ങനെ താജ്മഹൽ കാണാം, ആഗ്രയിൽ പോയി കറങ്ങാം, അവിടെയൊക്കെ താമസിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് എൻജോയ് ചെയ്തിട്ട് പോരാന്നുള്ള ആ ഒരു ലെവലായിരുന്നു. പക്ഷെ അന്ന് അവിടെ അതിന്റെ ഉള്ളിൽ ചെന്നപ്പോ പിറ്റത്തെ പ്രാവശ്യം ആ പ്രോഗ്രാമിൽ സ്റ്റേജിലെങ്കിലും കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ ടാർജറ്റും ചെയ്യുന്നതാണ്. ഏത് ടാർജറ്റ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു വർഷം ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു. രണ്ടാമത്തെ വർഷം സൂപ്പർ ഡയമണ്ട് 10,000 എല്ലാ മാസം 10,000 വ്യൂ ചെയ്തു. അതിനുശേഷം ഇപ്പോ ഈ 2024 മുതൽ 10,000 ന്യൂട്രി ചാർജ് ആണ് 10,000 ചെയ്യുന്നത്. കാരണം സാധാരണ നോർമലി 100 PV 500 200 PV ഒന്നും അടിക്കാൻ പറ്റാത്ത ആളുകളുടെ ഇടയിൽ നിന്ന് വന്ന ഞാൻ ഇന്ന് 10,000 ന്യൂട്രി ചാർജ് സെൽഫ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ ഉള്ളൊരു പ്രാപ്തരാക്കിയത് RCM നമ്മളെ ലീഡേഴ്സും കാര്യങ്ങളും എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ഞായറാഴ്ച അർജുൻ സാറിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പാലക്കാട്. പാലക്കാട് പോണ സമയത്ത് കൈലിയാട് നമ്മളെ ഭാഗത്ത് ഒരു 5 കിലോമീറ്റർ വന്ന സമയത്ത് കടന്നലുത്തി, കഴുത്തിന്റെ ഈ ഭാഗത്തെ കടന്നലുത്തി. വണ്ടിയിൽ വരുന്ന സമയത്ത് അത് വന്ന് അടിച്ചയക്കാൻ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവുമോ എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരെ പോയി കൈലിയാട്. അവിടെ സെൻട്രലിൽ ഒരു ഒരു ലാബ് ഉണ്ട്. അവിടെ രണ്ടാളുള്ളൂ രാവിലെ, ഡോക്ടർ ഇല്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം. അപ്പൊ അവർ ലോഷൻ തേച്ച് തന്നിട്ട് വിട്ടു, നിങ്ങൾ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിച്ചു പറഞ്ഞു. കാരണം അപ്പക്കിനും ഇവിടെ വീങ്ങിയിരുന്നു. പ്രോഗ്രാമിന് പോവുകയാണ്, ഒക്കെ കുളിച്ച് കുട്ടപ്പനായിട്ട് നല്ല അടിപൊളിയായിട്ട് പോവുക. അതിന്റെ ഇടയിലാണ് ഒരു സംഗതി. അപ്പൊ എനിക്ക് അവിടെ നിന്ന് തന്നെ 5 കിലോമീറ്റർ ഉള്ളൂ, റിട്ടേൺ പോരാ. പാലക്കാടേക്ക് എനിക്കൊരു 40, 45, 50 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നില്ല. ഞാൻ അങ്ങനെ അങ്ങനെ പോയി, ഞാൻ ഒറ്റയ്ക്ക് പോയുള്ളൂ. ഞാനും പിന്നെ സെയ്ദ് സാറ്, ഞങ്ങള് രണ്ടാളുണ്ടായിരുന്നുള്ളൂ ഈ ഭാഗത്തുനിന്ന്. ആ പ്രോഗ്രാമിന് പോയി റിട്ടേൺ വന്നു. ഇപ്പോഴും അതിന്റെ പാട് പോയിട്ടില്ല. പക്ഷെ ചെറിയ വേദന ഇപ്പോഴും ഉണ്ട്. വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വന്നില്ല. അത് അപ്പൊ തന്നെ അവിടെ ലാബിൽ കയറി ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കിയപ്പോ എനിക്കും സമാധാനം. കാരണം ഇനി പിന്നീട് എന്തെങ്കിലും വിഷാംശം ഉള്ളിലുണ്ടെങ്കിൽ വന്നാലോ എന്ന്. പിന്നെ നമ്മളെ ധൈര്യം പിന്നെ ന്യൂട്രി ചാർജാ. ന്യൂട്രി ചാർജ് എല്ലാ ദിവസവും ഉപയോഗിക്കണതാണ്. ന്യൂട്രി ചാർജ് ഷേക്കും കിഡ്സും മെന്ന് ഒമേഗ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു വിശ്വാസം ഉണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ആ പ്രോഗ്രാമിനെ അന്ന് അറ്റൻഡ് ചെയ്തത്. അർജുൻ സാർ ഫസ്റ്റ് ടൈം ആയിട്ട് പാലക്കാട് കൊടുത്ത പ്രോഗ്രാം ആയിരുന്നത്. അപ്പൊ അടിപൊളി പ്രോഗ്രാം. കാരണം ആ പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങൾ അതിന്റെ പിറ്റത്തെ ശനിയാഴ്ച ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പോയപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത, ഒരു 3 വർഷത്തിനിടക്ക് കിട്ടാത്ത ഒരുപാട് പുതിയ കാര്യങ്ങൾ സുരേഷ് സാറിനും പിന്നെ അർജുൻ സാറിനും നമുക്ക് അവിടുന്ന് കിട്ടി. കാരണം അത് അവരെ ടീമിന് കൊടുക്കുന്ന സംഭവമായിരുന്നു. പക്ഷെ അത് അവിടെ എല്ലാ മാസത്തിലും ഉണ്ട് ആ പ്രോഗ്രാം തോന്നുന്നുണ്ട്. അങ്ങനെ ആർക്കും പോയി പങ്കെടുക്കാം, ആർക്കും ടീം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടിപ്സുകൾ അവർ പറഞ്ഞുതരും. അപ്പൊ എന്നെ അമൽ സാർ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. കാരണം ഞാൻ ആദ്യത്തെ മീറ്റിംഗിന് അനുഭവം പറഞ്ഞില്ലേ, ആ സംഭവത്തിൽ നിന്ന് ഞാൻ ഒരുപാട് വ്യത്യാസം വന്നു. ഇപ്പൊ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ഓപ്പൺ പ്രോഗ്രാം ആണെങ്കിൽ എന്തായാലും ഞാൻ പോകും. അതിന് ഇനി പൈസ ചിലവോ അതിന് ചിലവ് എന്താണെങ്കിലും നോക്കാറില്ല. കാരണം ഇനി ദൂരത്താണെങ്കിലും ഞാൻ പോകും. 2023 ഞങ്ങള് രാജസ്ഥാനിൽ പോയി. രാജസ്ഥാനിൽ പോണ സമയത്ത് ഇവിടുന്ന് 26 ആളുകള്, 26, 27 ആള്, 40 ആളുകളും പാലക്കാട് നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രെയിന് ക്യാൻസൽ ആയപ്പോ ആ ടിക്കറ്റ് എല്ലാവരും റിട്ടേൺ പൈസ മേടിക്കാതല്ലാതെ ആരും പോകുന്നില്ല. ഞങ്ങൾ 4, 5 ആള് മാത്രമേ ഞങ്ങൾ പോയത്. ഞങ്ങള് വേറെ അടുത്ത ട്രെയിൻ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ബാത്റൂമിന്റെ സൈഡിൽ കടന്നിട്ടാണ് ഞങ്ങൾ AC ടിക്കറ്റ് എടുത്തിട്ട് 1,500 എടുത്തിട്ട് ബാത്റൂമിന്റെ സൈഡിൽ കടന്നിട്ടാണ് ഞങ്ങൾ രാജസ്ഥാനിൽ പോയത്. 2 ദിവസം 2.5 ദിവസം പിടിച്ചു അവിടെ എത്താൻ. ബാത്റൂമിന്റെ സൈഡിൽ മാത്രം, വേറെ ഉള്ളിലേക്ക് പോകാനുള്ള ലോഡില്ല, ഒന്നും അലോഡില്ല. പക്ഷെ നമുക്ക് അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഞങ്ങൾ രണ്ടാളും പോയി. അവിടെ എത്തിയ ചിറ്റോർക്ക് എന്ന് പറഞ്ഞ രത്ലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി, ചിറ്റോർക്ക് പോയി. അവിടെ ഞങ്ങൾ റൂം എടുത്ത് സ്റ്റേ ചെയ്തു. അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരെ ബിൽവാരെ പോയി. ബിൽവാര എത്തിയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 2, 3 ആളുണ്ടായിരുന്നു. ലീഡേഴ്സ് 2 ആൾ ഫ്ലൈറ്റിലായിരുന്നു. പിന്നെ 2, 3 ആൾ ട്രെയിനിൽ വേറെ ഭാഗത്തുനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 ആള് ഞങ്ങൾ പാലക്കാട് നിന്ന് ഞങ്ങളന്ന് പോയി. 4 ദിവസം ഞങ്ങൾ അവിടെ ഒരുമിച്ചായിരുന്നു. 4 ദിവസം ഒരു 30,000, 40,000 ആളുകൾ ഉണ്ടാവും അതില് കമ്പനിയുടെ ഉള്ളില്. ഒരു പോലീസ്, ഒരു സെക്യൂരിറ്റി, ഒരു സംഭവം അല്ലാതെ ഇത്രയും ആളുകൾ ഒന്നിച്ച് അവിടെ കഴിഞ്ഞ് 4 ദിവസം 5 ദിവസം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാ പ്രോഗ്രാമും അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. കാരണം നമ്മളിവിടെ ചെറിയൊരു ഉത്സവമാണെങ്കിലും ചെറിയൊരു പരിപാടി ആണെങ്കിലും ഒരു 2, 3 വണ്ടി പോലീസുകാര്, 2, 3 മറ്റേ ഇതിന്റെ കോട്ട് പട്ടാളക്കാര്, അതെല്ലാവരും ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും
ഒരു സെക്യൂരിറ്റി ഗാർഡോ ഒരു സംഭവം അങ്ങനെ ഒന്നുമില്ല. അവനാൻ കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ആളുകൾ മാത്രമേ അവിടെ എത്തുള്ളൂ എന്നുള്ളത് TCGക്ക് അറിയാം. അതുകൊണ്ട് മാത്രമാണ് അവര് അത്രയും നല്ല സൗകര്യം ചെയ്ത് 4 ദിവസം 5 ദിവസം അവിടെ സെറ്റ് ചെയ്ത്. ഓരോ ടൈമിനും പ്രോഗ്രാമുകളായിരുന്നു, ഡാൻസ്, സൂംബ ഡാൻസ്, കാര്യങ്ങളെല്ലാം. അങ്ങനെ ഈ 3 വർഷത്തിനിടക്ക് RCMല് കിട്ടുന്ന യാത്രകൾ എല്ലാം മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമിനും ഡൽഹിയിൽ ഇപ്പോൾ 2 പ്രാവശ്യം പോയി, രാജസ്ഥാനിൽ പോയി. കാരണം 10 വർഷം 20 വർഷമായ RCMന്റെ ലീഡേഴ്സ് ഉണ്ട്, ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല അറിയാം. പക്ഷെ ഞാൻ 3 വർഷം കൊണ്ട് പോകാനുള്ള ഏകദേശം സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. കാരണം അതിന്റെ അനുഭവം നമുക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റും നമ്മൾ അത്യാവശ്യം എല്ലാം യൂസ് ചെയ്യണം. 100% നമ്മൾ RCM അപ്പം യൂസ് ചെയ്യണം. കാരണം അത്രയും നമുക്ക് വിശ്വാസം വന്ന് നമ്മുടെ ലൈഫിൽ ഭാര്യ പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ DHA കൊടുത്തിരുന്നത്. കാരണം അവളെ വീട്ടുകാർ ആദ്യം ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊടുക്കണേന്. അതായത് അവർ ആദ്യമായിട്ട് വന്നൊരു ഫാമിലി ആണല്ലോ, അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ കുറച്ച് മരുന്ന് അവരുടെ രീതിയിൽ കൊടുത്തു. പിന്നെ അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ DHA മാത്രം, DHA വുമണും കഴിച്ച് 9 മാസം കഴിച്ചു. അതിനുശേഷം പ്രസവിക്കൽ കഴിഞ്ഞിട്ട് കുട്ടിക്ക് DHA ടെസ്റ്റ് കൊടുത്തു. 6 മാസം പ്രായം മുതൽ ടെസ്റ്റ് കൊടുത്ത് ഇപ്പൊ 2.5 വയസ്സായി. 2 വയസ്സിന് ശേഷം കിഡ്സാ കൊടുത്തുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലൈഫിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം പ്രവാസികൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാക്കുന്നത് ലീവിന് വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും കാരണം മാത്രമാണ്. അതുണ്ടെങ്കിൽ ക്യാഷ് എത്ര ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര വീട് വിറ്റിട്ടും എത്ര സമ്പാദിച്ചു കൂട്ടിയിട്ടും ജീവിതത്തിൽ ഒരിക്കലും ഒന്നും നേടില്ല. കാരണം അപ്പോഴാണ് നമുക്ക് സമയത്തിന്റെ വില മനസ്സിലാകുക. എത്ര എത്ര ടൈമും നമ്മൾ വെറുതെ കളഞ്ഞാലും ആ ഒരു സമയത്ത് നമ്മൾ സമയത്തിന് വില കൽപ്പിക്കും. കാരണം അത്രയും ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കേണ്ടി വരും. ആ പൈസ നമുക്ക് സേവ് ആക്കാൻ RCM ന്യൂട്രിചാർജിന്റെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ ന്യൂട്രീഷൻ കൗൺസിലറാണ്. ഞാൻ ഇപ്പോൾ ഒരു 6 മാസം 7 മാസമായി എക്സാം എഴുതി പാസ്സായി. സർട്ടിഫിക്കറ്റ്, ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ ന്യൂട്രിചാർജിന്റെ കോഴ്സും കൂടിയും പഠിച്ചതിന് ശേഷം നമുക്ക് ന്യൂട്രിചാർജ് ഒന്നും കൂടിയും കൂടുതൽ സെയിൽ ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജനുവരി മുതൽ 10,000 BV ന്യൂട്രിചാർജ് മാത്രം ഇനി എടുക്കുള്ളൂ എന്നുള്ളത് തീരുമാനം എടുത്ത്. ഇപ്പൊ വീറിലിപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രൊഡക്റ്റും 100% നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പൊ RCMന്റെ നമുക്കിപ്പോ പുതിയ കഴിഞ്ഞ വർഷം നമ്മൾ മെയ് മുതലുള്ള കൺസിസ്റ്റൻസി പർച്ചേസിൽ ആ പ്ലാൻ ചേഞ്ച് ആയതോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ എല്ലാവരുടെ PVയിലും എല്ലാവരുടെ ആ ഗ്രോത്തിലും മാറ്റം വന്നിട്ടുണ്ടാവും. കാരണം പർച്ചേസിംഗ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഒരു മാസം മേടിക്കും, ആ 100 റുപ്യ കിട്ടിയിട്ട് ഞാൻ അടുത്തത് മേടിക്കുക വിചാരിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് അടുത്തത് മേടിക്കും. അപ്പൊ ആണെങ്കിൽ മേടിക്കുക, ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കുക. പക്ഷെ ഇത് കൺസിസ്റ്റൻസി വന്നോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ കറക്റ്റ് PV അവിടെ വരുന്നുണ്ട്. എല്ലാ മാസവും 1500 PV ചെയ്യുന്ന ആൾക്കാർ അത് മാത്രം ചെയ്താൽ മതി. ഇപ്പൊ സുരേഷ് സാർ ഞങ്ങളെ പ്രോഗ്രാമിൽ അന്ന് പറഞ്ഞ മാതിരി 10 ആളുണ്ടെങ്കിൽ ആ 10 ആളെ കറക്റ്റ് ആയിട്ട് 1500 PV ചെയ്യിക്കുക. അത് കഴിഞ്ഞാൽ അവരെ എന്തായാലും അവർ ചെയ്തു പോകും. ഒരു പ്രാവശ്യം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവരോട് പറയേണ്ട ആവശ്യമില്ല, അവർ 2500 തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ അടുത്തൊരു 10 ആളെ കണ്ടുപിടിക്കുക, അവരെയും കൺസിസ്റ്റൻസി ചെയ്യിക്കുക. എല്ലാ മാസം കറക്റ്റ് കൺസിസ്റ്റൻസി വന്നതോടുകൂടി ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി എല്ലാവർക്കും കിട്ടി തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടുതൽ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനും അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ന്യൂട്രിചാർജ് ചെയ്യൽ തുടങ്ങി. കാരണം മറ്റേത് 10,000 ചെയ്താൽ 3000 ക്യാഷും 5000 രൂപ ഫ്രീ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ന്യൂട്രിചാർജ് ആണെങ്കിൽ നമുക്ക് 8,000 ക്യാഷും കിട്ടും, 10,000 രൂപയുടെ പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. ന്യൂട്രിചാർജ് നമുക്ക് 5000 രൂപ നമുക്ക് സെൽഫ് തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിച്ച് ഉപയോഗിക്കാം. എല്ലാ ദിവസവും ഡെയിലി ഞങ്ങൾക്ക് വീട്ടിൽ ഞങ്ങൾ ഏകദേശം എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു 10-30,000 BV എന്റെ വീട്ടിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഞാൻ 10,000 അടിക്കുന്നുണ്ട്, ഫാദർ 10,000 ഉണ്ട്, പിന്നെ എന്റെ സിസ്റ്റർ അടിക്കുന്നുണ്ട് 5,000. ഡയമണ്ട് ക്ലബ് എല്ലാ മാസം ചെയ്യുന്നുണ്ട്. എന്റെ വൈഫിന്റെ കീസോൾ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ടോട്ടലി ഒരു 10-30,000 BV എന്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ബാക്കി മാത്രമാണ് കൺസിസ്റ്റൻസി ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. എന്റെ താഴെയുള്ള ആളുകളിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ കുറവാണ്. അതായത് ഇപ്പൊ ഞാൻ എല്ലാ മീറ്റിങ്ങിനും പോണ മാതിരി എന്റെ ടീമിൽ നിന്ന് ആളുകൾ മീറ്റിങ്ങിന് പോക്ക് കുറവാണ്. കാരണം അവരെല്ലാ മാസം സാധനം മേടിക്കും, പർച്ചേസ് ചെയ്യും, കൺസിസ്റ്റൻസി നിലനിർത്തും. അത് പക്ഷെ അവർക്ക് ബിസിനസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ല. അവര് സാധനങ്ങൾ മേടിക്കുക, ഞങ്ങൾ ഉപയോഗിക്കുക, ഫ്രീ കിട്ടുമ്പോൾ ഞങ്ങൾ മേടിക്കുക, അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള ആൾക്കാരാണ് ഇപ്പൊ നിലവിലുള്ളത്. കാരണം അവരെല്ലാ മാസം കറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട 1500 BV. ഇപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അന്നേ അടിച്ചോ, നാളെ ആരാ വരാ കൊണ്ടുപോകാൻ, പൈസ അപ്പൊ തന്നെ വിട്ടുതരും. അങ്ങനെയാണ് ഇപ്പൊ 6 മാസമായിട്ട് ഇപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റൻസി എല്ലാം പോകും. പുതിയ ജോയിനിങ് എല്ലാം എല്ലാ മാസം വാങ്ങുന്നുണ്ടോ നോക്കിയിട്ട് മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ. കാരണം വെറുതെ ജോയിൻ ചെയ്തിട്ട് നമ്മളെ തല എണ്ണിയിട്ട് കാര്യമില്ലല്ലോ.
ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഒരുപാട് പൊട്ടിപ്പോണതും അതുകൊണ്ടാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്കൊരു റിസ്കും ഇല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല, ഒരു ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രസ്ഥാന ആശയവും മാത്രമാണ്. ഇന്ന് 22 വർഷത്തോളമായിട്ട് ഇത്ര അടിപൊളിയായിട്ട് പോണ ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ വേറല്ല. കാരണം നെഗറ്റീവ് ഫേസിലൂടെ ഒരുപാട് കടന്നുപോയി, നെഗറ്റീവ് ഫേസ് പോസിറ്റീവ് ഫേസ് കടന്നുപോയി, ഇപ്പൊ ഗ്രോത്ത് ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാന ആർസിഎം മാത്രമാണ്. ഇന്ന് 20 വർഷം 23 വർഷത്തിനപ്പുറം ഇന്ന് ഇനി ഏത് കമ്പനി വന്നാലും ഇത്ര ഈ 20 വർഷത്തിന്റെ ഈ പവർ എത്തുമ്പോഴേക്കിന് ആർസിഎം 40 വർഷം മുന്നിട്ടുണ്ടാവും. അപ്പൊ എത്രത്തോളം നമ്മൾ ആദ്യം എത്തുന്നോ ആ ആധിപത്യം നമുക്ക് എന്നും ആർസിഎമ്മിൽ ഉണ്ടാവും. കാരണം നമുക്ക് അപ്പം മുതൽ ബിസിനസ് ചെയ്താലും നമുക്ക് ഇൻകം കിട്ടാനുള്ളത് കിട്ടും. പക്ഷെ നമ്മൾ എപ്പോഴും ആർസിഎമ്മിൽ ഉറച്ചു നിൽക്കണം. തീരുമാനങ്ങൾ എപ്പോഴും നമ്മൾ കോൺഫിഡൻസോടുകൂടി എടുക്കാൻ പറ്റണം. നമ്മള് 2023 വേൾഡ് കപ്പ് നല്ലൊരു ഉദാഹരണമാണ്. കാരണം അർജന്റീന ഫ്രാൻസ് 2-3 പ്രാവശ്യം അവർ ഒരുമിച്ച് വന്നിട്ടുണ്ട്. എപ്പോഴും ഈ ഫ്രാൻസിന്റെ കളിയിലും അർജന്റീനയും രണ്ടും ഭയങ്കര കോൺഫിഡൻസ് രണ്ട് ടീമിനും. പക്ഷെ ജയമൊക്കെ ഫ്രാൻസിനായിരുന്നു. ഇപ്രാവശ്യം എല്ലാവരും പ്രതീക്ഷിച്ചത് ഫ്രാൻസ് ജയിക്കുന്ന, പക്ഷെ അർജന്റീന ജയിച്ചു. അർജന്റീന ജയിക്കണം എന്നായിരുന്നു എല്ലാവരുടെ മനസ്സിലും ആഗ്രഹം. കാരണം കുറെ കാലമായിട്ട് അവർക്കൊരു കപ്പില്ലാത്തതല്ലേ എന്നുള്ള നിലയ്ക്ക് ആ ഒരു ആഗ്രഹം. അന്ന് കളി കാണാൻ ഏറ്റവും കൂടുതൽ അവിടെ വന്നിട്ടുള്ളതും അർജന്റീന ആരാധകരാണ്. പക്ഷെ അതിന്റെ ഇടയിലും 2 ഗോള് കിട്ടിയിട്ടും ഇവര് ലാസ്റ്റ് മിനിറ്റിൽ തിരിച്ചടിക്കാൻ ഒരു 10 മിനിറ്റാണ് ഇവര് ഫ്രാൻസ് ആകെ കളിച്ചിരിക്കുന്നത്. അർജന്റീന ജയിക്കണേക്കാൾ കൂടുതൽ ഫ്രാൻസിന്റെ ആ കളിയാണ്, ആ കോൺഫിഡൻസ് ആണ് അവർക്ക് ഏറ്റവും വലുത്. കാരണം എത്ര 90 മിനിറ്റ് കളിച്ചാലും കിട്ടാത്തൊരു കോൺഫിഡൻസ് ആ 10 മിനിറ്റ് കൊണ്ട് അവരുടെ കാണികൾക്ക് അവർ കാണിച്ചു കൊടുത്തു. 10 മിനിറ്റ്, വെറും 10 മിനിറ്റ് കൊണ്ട് 3 ഗോള് സിമ്പിളായിട്ട് അടിച്ച്. രണ്ട് മിനിറ്റ് 1 മിനിറ്റ് മതി ഗോൾ അടിക്കാൻ. പക്ഷെ ആ 10 മിനിറ്റ് മറ്റവർക്ക് പന്ത് കിട്ടാതെയുള്ള കളി ഉണ്ട്, അതൊരു സംഭവമാണ്. അതേമാതിരി നമ്മൾ ക്ലോസിംഗ് ടൈമിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ അടിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ലാസ്റ്റ് മിനിറ്റിൽ അടിക്കാൻ നിൽക്കുന്നത്. പക്ഷെ നമ്മളിതിൽ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് വന്നാൽ പിന്നെ ആർക്കും അടിക്കാൻ പറ്റില്ല. കഴിഞ്ഞ മാസത്തിലാണ് ഫെബ്രുവരിയിൽ 1-ാം തീയതി 10 മണിയുടെ സമയം തന്നിരുന്നു അടിക്കാൻ വേണ്ടിയിട്ട്. അത് കമ്പനി അറിഞ്ഞുകൊണ്ട് തരുന്നതാണ്. കാരണം കമ്പനിക്ക് അറിയാം PCG നോക്കി എല്ലാം അറിയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരാളെ നമ്മൾ നയിക്കാനുള്ളതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേതൊരു ടീമായിട്ട് വർക്ക് ചെയ്യണതാ. ആ ടീമിന്റെ എഫേർട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ആ 10 മിനിറ്റിന്റെ അവരെ കളിയിൽ കാണിച്ചു തന്നു. കാരണം രോമാഞ്ചം വരിക കളി കണ്ടിരിക്കുമ്പോൾ. അതുമാതിരിയാണ് അതിന് അവരെ മുന്നത്തെ 2018 യൂറോ കപ്പിലും ഇതേമാതിരിയായിരുന്നു. ഭയങ്കര കോൺഫിഡൻസിലാണ് ഫ്രാൻസും അർജന്റീനയും കളിക്കാറിറങ്ങിയത്. പക്ഷെ അവർ രണ്ട് ടീമും സമാസമം നല്ല തുല്യ ശക്തികളായിട്ട് അവർ ലാസ്റ്റ് വരെ പൊരുതി അവസാനം ഫ്രാൻസ് ജയിച്ചു. കാരണം 4-3 അവർ ജയിച്ച കളിയിൽ. ഞാൻ ഫുട്ബോളിന്റെ ഒരു ആരാധനം കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു രീതിയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് ആശയം ഇഷ്ടപ്പെടാൻ കാരണം നമുക്ക് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും മസ്റ്റ്, മെയിൻ ആയിട്ട് അതാണ്. കാരണം ഏത് സാധനമാണ് ഇപ്പൊ ഡ്രസ്സ് പെരുന്നാക്കൊക്കെ ഡ്രസ്സ് എടുക്കലൊക്കെ ആർസിഎം എന്നാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് എടുക്കാൻ നമുക്ക് തോന്നൂല, PV കിട്ടൂലല്ലോ. PV ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോൾ ഫുള്ള് PV 450 450 ഉണ്ട്, 750 750 ഉണ്ട്, 1299 ഷർട്ടിന് 1299 PV ഉണ്ട്. ഫുള്ള് PV എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുക അങ്ങനെ PV. നമുക്കൊരു മാസത്തെ 1500 ചെയ്യുന്ന ആൾക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ട് 1500 PV ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്താൽ ഒരു മാസം. അപ്പൊ നമുക്ക് പല സാധനങ്ങളും നമ്മൾ ഓരോ മാസവും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ പർച്ചേസ് ചെയ്യും. പക്ഷെ ആർസിഎമ്മിൽ വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം പർച്ചേസ് ചെയ്ത് ശീലമായി. ഏതൊരു കടയിൽ ചെന്നാൽ ഏതൊരു ആളപ്പം നമ്മൾ എവിടെയെങ്കിലും കയറിയാലും നമ്മൾ ആദ്യം എടുത്തതിന്റെ റേറ്റും കാര്യങ്ങളും നോക്കും. ഇതിന് നമുക്ക് അടുത്ത ആളോടൊന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിലും നമുക്ക് അതിന്റെ റേറ്റ് അറിയണം. ഇപ്പൊ ഒരുപാട് ആളുകൾ പല കമ്പനിയുടെ സാധനങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്ര ഹൈ ക്വാളിറ്റി സാധനമാണ് നമുക്ക് റീസണബിൾ പ്രൈസിന് നമുക്ക് ആർസിഎം കൊടുക്കുന്നത്. അത് ഇപ്പോഴല്ല ആളുകൾക്ക് മനസ്സിലാകുക, കുറച്ചുകൂടി കഴിഞ്ഞാലാണ് മനസ്സിലാകുക. അപ്പൊ പിന്നെ നമ്മൾ കുറെ ജോയിനിങ്ങിന്റെ പ്രോസസ്സിംഗ് ഉണ്ട്. ജോയിനിങ്ങിന്റെ നമ്മൾ പുതിയ ഒരാളെ കൊടുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നല്ല മൂപ്പര് ചിലപ്പോൾ നമ്മളെയൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും, അപ്പൊ നമുക്ക് വലിയ റിസ്ക് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു മൈൻഡിൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാല് അവര് പറയാ എനിക്ക് മീറ്റിങ്ങിനൊന്നും ആവശ്യമില്ല, ഞാൻ ചെയ്യും, ഞാൻ അടിപൊളി ചെയ്യും, അതിന്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. സാധാരണ എല്ലാ ടീമിലും ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ. അത് നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ആലോചിക്കും, മൂപ്പര് ഓരോരുത്തരുടെ പേരിങ്ങനെ മനസ്സിൽ വരും. ആ വ്യക്തികള് മാസം ലാസ്റ്റ് ആണെങ്കിലും സീറോ PV തന്നെ ആയിരിക്കും. എത്ര അടിച്ചാലും ഇഞ്ഞ് 99 ഇല്ലെങ്കിൽ ഒരു 67 അവരൊരു എണ്ണ മേടിക്കും, ഒരു ആട്ട മേടിക്കും, ആ ഒരു ഇതിലിങ്ങനെ നിൽക്കും. കാരണം അവർക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്നാ ചെയ്യോ ആയിട്ടില്ലേനും. ഞാൻ പ്രോഗ്രാമിന് പോകാനുള്ള കാരണം അതാണ്. ഒരു പ്രോഗ്രാമിന് പോയപ്പോ കുഴപ്പമില്ല തോന്നി. പിന്നെ അങ്ങനെ വീട്ടിൽ എല്ലാ ആഴ്ചയിലും വീക്ക്ലി പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ 4 ആൾ 5 ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് വീക്ക്ലി പ്രോഗ്രാമിനും ഞങ്ങൾ 5 ആൾ 6 ആൾ.
അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾ ഉണ്ടാവില്ല, പുതിയ ആളെ വിളിച്ചാൽ വരില്ല. അങ്ങനെ അങ്ങനെ അത് കേട്ട് 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 താഴ്പ്പിച്ചു. അപ്പൊ അതിന് ശേഷം പിന്നെ ഇനി പുറത്തേക്ക് പോക്ക്, ഓപ്പൺ മീറ്റിങ്ങിന് പോകാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ഇപ്പൊ വീട്ടിൽ മീറ്റിംഗ് ചെയ്യലില്ല ഇപ്പൊ ഷോപ്പിൽ ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ബോർഡിൽ കാണിച്ചു കൊടുക്കും. കാരണം കൺസിസ്റ്റൻസി കിട്ടുന്നതും പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടാതൊക്കെ പൈസ കിട്ടാന്നോ നമ്മളെ ഫ്രീ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ കൺസിസ്റ്റൻസി ചെയ്തിട്ടാണ് ഇപ്പോൾ പി വി മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. അപ്പൊ മീറ്റിംഗ് നമ്മൾ വീട്ടിലത്തെ അങ്ങോട്ട് മാറ്റിയിട്ട് ഓപ്പൺ മീറ്റിംഗ്, പുറത്ത് മീറ്റിങ്ങിന് പോക്ക് തുടങ്ങി. അപ്പൊ കുറച്ചും കൂടി നമുക്ക് അറിവുകളും കാര്യങ്ങളും കിട്ടി തുടങ്ങി. മൂർത്തി സാറിന്റെ പ്രോഗ്രാം, ഹേമന്ത് സാറിന്റെ പ്രോഗ്രാമാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തത് കുളപ്പള്ളിയിൽ നിന്ന്. പിന്നെ എല്ലാ പ്രോഗ്രാമിനും പോക്ക് തുടങ്ങി. തൃശ്ശൂർ, തിരുവനന്തപുരത്തേക്കാണെങ്കിലും എവിടെ എവിടെ പ്രോഗ്രാം ഉണ്ട് അവിടേക്കൊക്കെ പോകും. കാരണം അതിന്റെ ചെലവും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കൂല, നമ്മളവിടെ പോകും. കാരണം അത് ആ യാത്രയും ഒരു എൻജോയ്മെന്റ് ആണ്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന പുതിയ പുതിയ അനുഭവങ്ങളും ഒരുപാട്. ഇപ്പൊ ആഗ്ര മേഡം, മൂർത്തി സാറൊക്കെ എല്ലാ പ്രോഗ്രാമിലും ഓരോ കഥകളൊക്കെ പറയണ മാതിരി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളായിട്ട് മാറുകയാണ്. ഇന്നും ഞാനിപ്പോ കുറെ പ്രോഗ്രാമുകൾ ഇങ്ങനെ കേട്ടു. കാരണം എന്തെങ്കിലും പുതിയതായിട്ട് ഇങ്ങനെ തരാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ഞാൻ നോക്കി, കുറെ പ്രോഗ്രാമുകൾ ഇങ്ങനെ കേട്ടു നോക്കി. അപ്പോൾ ഏകദേശം എല്ലാ പ്രോഗ്രാമിലും എല്ലാതും പറയുന്നത്, പക്ഷെ ലൈഫ് എക്സ്പീരിയൻസ് എല്ലാവരുടെയും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് പിന്നെ അതന്നെ മതി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്ന് എടുക്കാന്ന് നോക്കിയാ പറഞ്ഞതാണ്. കാരണം നോമ്പിന്റെ ടൈമാണ്. നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് എത്തും. 6 മണിക്ക് ഷോപ്പ് കൂട്ടിയിട്ട് 6:15, 6:30 ബാങ്ക് കൊടുക്കണതിന് 2-3 മിനിറ്റ് മുന്നേ വീട്ടിലെത്തുക. കറക്റ്റ് ടൈമിങ്ങാണ്. കാരണം അവിടെ പോയാൽ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വയ്യാണ്ട് ആ കറക്റ്റ് ടൈമിങ്ങിന് അവിടെ എത്തിയിട്ട് നോമ്പ് തുറക്കലാണ്. ഇന്നിപ്പോ അവിടുന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കഴിഞ്ഞില്ലേ പോകുന്നില്ലേ പറഞ്ഞിട്ട് അങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ ഇതാണ്. അങ്ങനെ ഒരു എന്താ പറയാ, പുതിയ ആളുകൾ വന്ന് കൺസിസ്റ്റൻസി പർച്ചേസ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ ഗുണം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഒരാളെ ജോയിൻ ചെയ്യിച്ചിട്ടിട്ട് പിറ്റത്തെ മാസം പോലും ഒന്നും മേടിച്ചില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കും. കാരണം ഇനി അടുത്ത മാസം പോലും മേടിച്ചാലോ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ പറഞ്ഞമാതിരി. അഥവാ നമ്മൾ ചിലപ്പോൾ പിറ്റത്തെ മാസം നമ്മൾ അടിച്ചു കൊടുക്കും. ഒരു മാസം അതിൽ അടിച്ചിട്ടില്ല കണ്ട. കാരണം നമുക്കറിയാം ചിലപ്പോൾ ഒരു വ്യക്തി അവർ ചിലപ്പോൾ ചെയ്യും. ഇനിയിപ്പോൾ ഈ മാസം ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാവുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്തു കൊടുത്താലും ടി സി ജി പറഞ്ഞ മാതിരി കട അപകടം എന്ന് പറഞ്ഞ മാതിരി ഇത് ചെയ്തു കൊടുത്താലും നമുക്ക് തന്നെ ബുദ്ധിമുട്ട് വരിക. കാരണം പിറ്റത്തെ മാസം ഇല്ല പറയും, ഈ മാസം അവിടെ എത്തൂല, എന്തെങ്കിലുമൊക്കെ ചെയ്യ്, ആരോഗ്യ പഠിക്കണ ഇന്ത്യയിൽ അടിക്ക്, എന്നിട്ട് അങ്ങനെ പി വി ശരിയാക്കുക അറിയും. അങ്ങനെയും കുറെ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് ആദ്യം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അടിച്ചു കൊടുത്ത് പി വി കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ എല്ലാവരും പർച്ചേസ് ചെയ്താൽ മാത്രമേ അത് നിലനിർത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ മതി, നിങ്ങൾക്ക് ആ മേടിച്ചതിനുള്ളത് കമ്പനി എന്തായാലും തരും, അത് 100% ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തിൽ അവർ മേടിച്ചപ്പോൾ 2-3 പ്രാവശ്യം എല്ലാ കസ്റ്റമേഴ്സിനും അധികം പുതിയ പല കസ്റ്റമേഴ്സിനും കിട്ടിയിട്ടില്ല. അതിന് മുന്നത്തെ എല്ലാവർക്കും 2 പ്രാവശ്യം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി. ആദ്യത്തെ ഓഫറിലും അതിന് ശേഷം 1500 വന്നതിൽ എല്ലാവർക്കും കിട്ടി. 2500 ചെയ്യണ ആളുകൾ കുറെ ഉണ്ട്, അവർക്കും കിട്ടി. കാരണം അവരും കാണുന്നത് തന്നെയല്ലേ. അപ്പൊ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അവരും ചെയ്യില്ല. അപ്പൊ ഞാന് എല്ലാ മാസം 10,000 ചെയ്യുന്നത് ഒന്നും കൂടി പവർ ആക്കിയിട്ട് ന്യൂട്രി ചാർജ് 10,000 ആക്കി. കാരണം ന്യൂട്രി ചാർജിന് ഒന്നുകൂടി പവർ കൂടുതലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരോട് വൈകുന്നേരം വരെ വർത്താനം പറഞ്ഞേയിരിക്കും. ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ച് ഒരു 5 മിനിറ്റ്, അപ്പൊ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് 10-15 മിനിറ്റ് മുന്നേ ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് കൂട്ടായി തിരൂര ഭാഗത്തുള്ളതാ. അവരിങ്ങനെ ബിസിനസിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചാ. വേറെ ഓല കുടുംബത്തിൽ എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്, അതിനോട് പറയാൻ വേണ്ടി വിളിച്ചാ. അപ്പൊ അതിങ്ങനെ പറഞ്ഞു, എന്റെ സ്റ്റാറ്റസ് ഡെയിലി കാണുന്നുണ്ട് അവര്. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ നടക്കും എന്നുള്ള നിലക്ക് അവർ വിളിച്ച്. അപ്പൊ 3/4 മണിക്കൂറോളം സംസാരിച്ചു. അവസാനം അവര് അന്നു പിന്നെ വിളിക്കാട്ടാറിട്ട് വെച്ചു. കാരണം ഓലെ വീട്ടില് 3 കുട്ടികളുണ്ട്, 3 പെൺകുട്ടികളാ. ഈ 3 പെൺകുട്ടികൾക്കും വേണ്ടത് എന്തൊക്കെയാന്നുള്ളതാണ് പറഞ്ഞെടുത്തപ്പോ മൂപ്പരെ കാര്യം പറയാൻ മറന്നു. ചുരുക്കം പറഞ്ഞ അങ്ങനെ അങ്ങനെ കുറെ ആളുകളുണ്ട്. കാരണം ഈ മരുന്ന് സപ്ലിമെന്റ് കൊണ്ട് കുറെ കമ്പനിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. വെറും സപ്ലിമെന്റ് മാത്രം അത് സെയിൽ ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുക. അപ്പത്തെ ക്യാഷ് മാത്രമാണ് അവർക്ക് ബെനിഫിറ്റ്. കാരണം രണ്ടാമതൊരു പർച്ചേസിങ് അവിടെ ചിലപ്പോൾ നടക്കൂല. പക്ഷെ നമ്മളെ ന്യൂട്രിമെന്റും വുമണും ഒമേഗയും എസ്5ഉം നമ്മളെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ അങ്ങനെയല്ല. എല്ലാ മാസവും നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. പക്ഷെ മറ്റേത് 3500, 4000, 5000 ഒറ്റ പർച്ചേസിങ് 25 ദിവസത്തിന്, 30 ദിവസത്തിന്. അത് കഴിഞ്ഞാൽ വീണ്ടും 3500 മേടിച്ചിട്ട് ഒരാളും മേടിക്കില്ല. ഇപ്പൊ നമ്മളെ കോഫിയിലുള്ള കണ്ടന്റുള്ള ഒരുപാട് സാധനങ്ങൾ പുറത്തുണ്ട്, മാർക്കറ്റ് അവൈലബിൾ ആണ്. 3500 രൂപ, 4000 രൂപ. എന്നോട് കുറെ ആളോ അനുഭവം വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ അത് കുടിക്കുന്നുണ്ട്, നല്ല മാറ്റം ഉണ്ട് പറയും. നല്ല മാറ്റം എന്താ നിങ്ങൾ കുടിക്കണേ? അത് ഒരു സാധനം ഉണ്ട്, അങ്ങനെ 3500 രൂപയാണ്, 25 ദിവസത്തെ പാക്കറ്റാ. 25 ദിവസത്തെ പാക്കറ്റാ. അപ്പൊ നിങ്ങളത് കഴിഞ്ഞ് മേടിക്കുക വെച്ച്, കഴിഞ്ഞ് പൈസ ഉണ്ടെങ്കിൽ മേടിക്കും. ആ ഒരു മൈൻഡാണ്. പൈസ ഉണ്ടെങ്കിൽ മേടിക്കും, ഇല്ലെങ്കിൽ അത് തള്ളിക്കളയും.
കാരണം ഉപയോഗിക്കണ നമ്മൾ കൺസിസ്റ്റൻസി എല്ലാ മാസവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാ ഡെയിലി നമുക്ക് വേണ്ട ഡെയിലി ന്യൂട്രിയൻസ് ആണ് നമ്മളിലുള്ള എല്ലാ സാധനവും. അത് ചെറിയ പ്രൈസിന് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഏത് ഇന്ത്യയുടെ എവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ചെറിയ പ്രൈസിന് നമുക്ക് കിട്ടും. കാരണം അങ്ങനെ ഒരു സിസ്റ്റം RCMൽ മാത്രമേ ഉള്ളൂ. ഇന്ന് ഒരുപാട് MLM കമ്പനികൾ നാട്ടിൽ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇതേമാതിരിയാണ് RCM ചെയ്യണതിന്റെ ഇടയിൽ കൂടെ വേറെ എന്തെങ്കിലും ഒന്ന് കാണുക, എന്നാൽ അതിലൊന്ന് നോക്കി നോക്കാം. കുറെ ഉണ്ട്. ഇപ്പൊ നമ്മളെ അനുഭവങ്ങൾ നമ്മളെ നാട്ടിൽ കൂടെ തന്നെ കുറെ നടക്കുന്നുണ്ട്. നമ്മളെ നുണക്കാരന്മാരും നമ്മളെ അറിയുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പൊ ഓല് ചെയ്തിട്ട് 2-3 ചെയ്ത് വന്നാലും ഇപ്പോഴും അതിൽ തന്നെ അല്ലേ, RCMൽ തന്നെ അല്ലേ അറിയും. 2-3 വർഷം കൊണ്ട് 3 കമ്പനി 4 കമ്പനി ചെയ്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മളെ നാട്ടിൽ. ഒരുപാട് ആൾക്കാർ പലതും ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ 2017 സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഞാനൊരു MLM കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെയിലി റിട്ടേൺ 150 റുപ്യ 200 റുപ്യ ഡെയിലി എനിക്ക് കിട്ടിയിരുന്നു. കാരണം അന്ന് ഡയറക്ട് മാർക്കറ്റിങ്ങും MLM കുറിച്ച് ഒന്നും അറിയില്ല. എന്നിട്ട് അന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ക്യാഷ് കിട്ടി 1.5 വർഷം കഴിഞ്ഞപ്പോൾ കൊറോണ സമയത്ത് ഏകദേശം ഇങ്ങനെ പെൻഡിങ് ആകാൻ തുടങ്ങി. കാരണം അന്ന് ജോലികൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഹോംവർക്ക് ആയില്ലല്ലാതും. ഹോംവർക്ക് ആയതിനു ശേഷം അവർക്ക് ഏജൻസിക്ക് പൈസ വിടാൻ പറ്റുന്നില്ല. പെൻഡിങ് വന്നപ്പോൾ ആളുകൾ കേസിന് പോയി. കേസിന് വന്നപ്പോൾ അക്കൗണ്ട് മരവിപ്പിച്ചു. അന്വേഷണം വന്നപ്പോൾ അതോടുകൂടിയിട്ട് ആ സംഭവം തന്നെ നിന്നു. 25,000 ഇട്ടിട്ട് ചേർന്ന് ഒരുപാട് ആളുകൾ 25,000, 50,000, 1 ലക്ഷം, 4 ലക്ഷം. ഞാൻ അന്നും ഇതേമാതിരി ഇങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചേർത്തിരുന്നു. അതൊക്കെ അന്ന് കമ്മീഷനാണ്. അത് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. ഇന്ന് ചേർത്താൽ നാളെ കിട്ടും, നാളെ ചേർത്താൽ മറ്റന്ന് കിട്ടും. അങ്ങനത്തെ കമ്മീഷനാ. അത് നിലനിൽക്കില്ല എന്നറിയാം. എങ്കിലും കൂടി നമുക്ക് ആ പൈസക്കുള്ള ആ ഒരു ആഗ്രഹത്തിന് അന്ന് നിന്നുകൊടുത്തു. അത് 2 വർഷം കൊണ്ട് അത് മൊത്തത്തിൽ കൂട്ടിക്കെട്ടി. ഇപ്പോഴും അതിനുശേഷം ആ സമയത്ത് ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ പേരും പറഞ്ഞിട്ട്. കാരണം ആധാരം വെച്ചിട്ടിട്ട ആൾക്കാരുണ്ട്, സ്വർണം പണയം വെച്ചിട്ടിട്ട ആൾക്കാരുണ്ട്, അണ്ണന്മാരെന്ന് പലിശക്ക് മേടിച്ചിട്ട് അങ്ങനെ പൈസ ഇട്ട ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. പക്ഷെ ഞാൻ എൻ്റെ താഴെ ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ പറഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇത് ഉറപ്പില്ല, എപ്പോൾ വേണമെങ്കിൽ പൊട്ടാം, പൊട്ടി കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ആ ആൾക്കാർക്കൊക്കെ പൈസ കിട്ടി. കാരണം അവരാദ്യം എൻ്റെ ഒപ്പം ചേർന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ക്യാഷ് കിട്ടി. അവരുടെ താഴെ അവർ കുറെ ആളുകളെ കൊടുന്നു. 1.5 ലക്ഷത്തിന് 4 ലക്ഷത്തിന് 5 ലക്ഷത്തിനൊക്കെ ഇട്ടിട്ട് ആളുകളെ കൊടുന്നു. അവർക്ക് ലാസ്റ്റ് ഒക്കെ ഫ്ലോപ്പായി. ആർക്കും ഒന്നും കിട്ടിയില്ല. ഇപ്പൊ ആ ആളുകൾ എന്നോട് ചോദിക്കില്ല. കാരണം ഞാൻ അവരോട് മുൻകൂട്ടിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നാണെങ്കിൽ അത് 2 വർഷം കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലും MLM കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ ഏതൊരു കമ്പനിയും നിലനിൽക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. കാരണം ആ സമയത്ത് 2-3 കമ്പനികൾ ഒരുമിച്ച് ചെയ്തിരുന്നു. പൈസ നടത്തിയോണ്ട് തന്നെ കേട്ടോ കൂടുതൽ ചെയ്തിരുന്നത്. ഗൾഫിൽ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. കാരണം ശമ്പളം കറക്റ്റ് ഒരു മാസമായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇങ്ങനെ 20,000, 10,000, 25,000, 30,000 ഡെയിലി വന്നിരുന്നു. അപ്പൊ ആ ഒരു ഇതിങ്ങനെ മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്ക് 6-ാം തീയതി 7-ാം തീയതി RCM മെസ്സേജ് വരില്ലേ, അതേമാതിരിയുള്ള ഒരു ആ സൗണ്ട് ഇങ്ങനെ വരുമ്പോൾ അത് നോക്കും മെസ്സേജ് എത്ര റുപ്യ ക്രെഡിറ്റ് ആയിക്കണത്. ആ സിസ്റ്റം വന്നുകൊണ്ട് അങ്ങനെ നോക്കി അത് ചെയ്ത് 2 വർഷത്തോളമായിട്ട് അത് സംഭവം പോയി. ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. കാരണം മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞെടുത്തുകൊണ്ട് അവർ വന്നില്ല. അവരെ താഴെ വന്ന ആളുകൾക്കൊക്കെ അവരിപ്പോ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ആ പൈസ. കാരണം എന്തിനോ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, എന്തിനോ വേണ്ടിയിട്ട് അവർ പൈസ എന്തൊക്കെയോ ചെയ്തിട്ട് അവർ കൊടുത്തിട്ടതാ. അതൊക്കെ നമ്മള് ഒരു ഒരു ആവശ്യമില്ലാതെ ഒറ്റയടിക്കടി ചെലവാക്കി കളഞ്ഞു. അപ്പൊ അതിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങൾ പഠിച്ചിട്ടാണ് 2020 നാട്ടിൽ വന്നപ്പോൾ ഇനി അങ്ങനത്തെ ഒരു പരിപാടിക്കില്ല. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു സംഗതി ഇനി ചെയ്യില്ല. പൈസ ഇട്ടിട്ട് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടുന്ന ഒരു സംഭവം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇല്ലെങ്കിൽ അന്നും പിന്നാക്കം നിന്നിട്ട് ഒന്നും ഇല്ലാതെ ആവും. കാരണം ഇപ്പൊ എല്ലാ പ്രോഗ്രാമിനും ഞാൻ അറ്റൻഡ് ചെയ്യും. കാരണം അത് നമ്മളെ ആവശ്യമായി മാറി. ഏത് പ്രോഗ്രാം ആണെങ്കിലും അറ്റൻഡ് ചെയ്യും. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉൾപ്പെട്ട് നടക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിട്ട് മാറും. കാരണം വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിക്കും ഇന്നിപ്പോ എന്താ ഇങ്ങനെ ഇവിടെ ഒരു വേദന, സൈഡിലൊരു വേദന, എനിക്ക് തലക്കൊരു മിന്നല്, കാലുമുട്ടിന്റെ ഒരു വേദന, ഇതൊക്കെ കാണുമ്പോൾ അപ്പൊ ഇങ്ങനെ പരസ്യം കാണും. ഇപ്പോ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ആകെ പരസ്യം ഇപ്പൊ അതാ. നമ്മള് എന്തെടുത്താലും ചികിത്സ ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സിക്കും. മറ്റേ ആയുർവേദ ചികിത്സ എന്നും പറഞ്ഞിട്ട് കുറെ തെറാപ്പികളും കാര്യങ്ങളും ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ അതിന് പോവും. സോഷ്യൽ മീഡിയയിൽ കണ്ട എല്ലാത്തിനും അറ്റൻഡ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. കാരണം അത് മാത്രം ഒരു ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക.
കാരണം മറ്റുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ആൾക്കാർ അവർ ജോലിക്കും കാര്യങ്ങളും പോയിട്ടാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പ്രവാസികളാണ്. ഇവിടെ ഉള്ളവരൊക്കെ ഹിന്ദിക്കാരാണ്. കാരണം അത് പണിയെടുക്കുന്നതിന്റെ ഒരു വ്യത്യസ്തതയും കൂടിയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പ്രോഗ്രാമായിട്ടോ അറ്റൻഡ് ചെയ്തിട്ടോ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. കാരണം നമ്മള് ജീവിതത്തിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിലുണ്ട്. ടൈം ഭയങ്കര വിഷയമാണ്. നമ്മൾ വെറുതെ മൊബൈൽ, ഇപ്പൊ ഞാൻ ആദ്യം ഷോപ്പിൽ വന്നിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് എടുത്ത് ഇങ്ങനെ കളിക്കും. ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു റീൽസ് കണ്ടാൽ ഇങ്ങനെ നീക്കി 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 ചിലപ്പോൾ ഉച്ചയാവും, 1 മണി ചോറിന്റെ സമയമില്ലേ. കാരണം അതിന്റെ ഇടയിൽ ആളുകൾ വന്നു പോവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആവശ്യം കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ പ്രോഗ്രാം, സുരേഷ് സാറിന്റെ പ്രോഗ്രാമിനോട് പോയപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ അത് പ്രകാരമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം അത് വേറെ അവിടെ നിന്നും കിട്ടിയിട്ടില്ല. സിമ്പിൾ ടെക്നിക്കുകൾ അത് പഠിച്ചു, അതിപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം യൂട്യൂബ് ചാനൽ ഞാൻ 2 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ട്. ആർ സി എമ്മിന്റെ നമ്മളെല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ ഒരു 170 വീഡിയോസ് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആളുകൾ കാണുമ്പോൾ ഇന്ന് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കും, യൂട്യൂബിൽ മെസ്സേജ് അയക്കും. നമ്മൾ ടീം നോക്കിയിട്ടല്ല, ജോയിൻ ചെയ്ത ആളുകൾ തന്നെയാണ്. പക്ഷെ അവരിങ്ങനെ ചോദിക്കും ന്യൂട്രി ചാർജ് മറ്റേ മൂത്രക്കല്ലിനുള്ളതുണ്ടോ, സ്റ്റോൺ പോകാനുള്ളതുണ്ടോ, ക്ഷീണത്തിന് ഏതാ നല്ലത്. ഓരോരുത്തരും ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുക്കലുണ്ട്. ഞാൻ ആരാ എന്താ ആരുടെ ടീമാ എന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ ഒരാൾ കണ്ണൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിനോദ് സാറുടെ ടീമിൽ. അവർ കുറെ മുന്നേ മെസ്സേജ് അയച്ചതാ. ഞാൻ ഇതുവരെ അവരോട് ചോദിച്ചില്ല എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്നുള്ളത്, നിങ്ങൾക്ക് സാധനം കിട്ടുന്നുണ്ടോ എന്നും ചോദിച്ചില്ല. പക്ഷെ അവർ പറഞ്ഞു കണ്ണൂരാണ്, സാധനം കിട്ടുന്നുണ്ട്, പക്ഷെ അത് ഏതാ കഴിക്കണ്ടെന്ന് അറിയില്ല. കാരണം അവരവരുടെ ലീഡേഴ്സിനോട് പോലും അവർ ചോദിക്കണില്ല എന്ത് കഴിക്കണം എന്നുള്ളത്. അപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിലായിരിക്കണേ. സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും അതിൽ കമന്റ് ഇട്ട് അതിൽ മെസ്സേജ് അയച്ചിട്ട് ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഫുള്ള് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് വ്യത്യസ്തമായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എങ്ങനെ നോളജ് ഉണ്ടാക്കാം, എങ്ങനെ പഠിക്കാന്നുള്ളൊരു ഷോപ്പിൽ നിന്നിട്ട് അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും പറയാനറിയാം. പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം അവരെ ജോയിൻ ചെയ്യിക്കാനുള്ള സംവിധാനം വരെ നമ്മൾ എത്തിക്കും. പെട്ടെന്ന് ജോയിൻ ചെയ്യിക്കില്ല, കാരണം പ്രൂഫ് മേടിച്ചു വെക്കും. സാധനം പർച്ചേസ് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ. ആദ്യം അങ്ങനെ അല്ലായിരുന്നു, കിട്ടിയ വേഗം ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആളെ കാണലില്ല, വിളിച്ചാൽ തന്നെ ഫോൺ എടുക്കൂല. കാരണം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ള രൂപത്തിലാണ് അവർ ചിന്തിക്കണ്ടായത്. ജോയിൻ ചെയ്ത് സാധനം മേടിച്ചു കഴിഞ്ഞാൽ അവനക്ക് എന്തെങ്കിലും കിട്ടും. ചിലവരങ്ങനെ വിചാരിച്ചിട്ട് സാധനം മേടിക്കും, അതോടെ നിർത്തുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ കൺസിസ്റ്റൻസി ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ആൾക്കാർ പ്ലാൻ ചേഞ്ച് ആക്കിയത് ഇപ്പൊ 20 വർഷത്തിനിടക്ക് രണ്ടാമത്തെ പ്രാവശ്യം തോന്നുന്നുണ്ട് പ്ലാൻ ചേഞ്ച് ആക്കിയിട്ടുള്ളത്. അങ്ങനെ കേട്ടിട്ടുള്ളത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ പിന്നെ നമ്മൾ പുതിയൊരാളെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ സാഹചര്യം അനുസരിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് മാത്രമേ നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും ആർ.സി.എമ്മിനെ കുറിച്ച് ഒരിക്കലും പെട്ടെന്ന് ചെന്നിട്ട് നിങ്ങൾ ആർ.സി.എമ്മിൽ ചേരുന്ന പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കൂല. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുക, പതുക്കെ ഇരുന്നിട്ട് വല്ല കാര്യങ്ങൾ ഒക്കെ കറക്റ്റ് ആയിട്ട് ചോദിച്ചറിഞ്ഞ് അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് അവരോട് ആർ.സി.എം ഇങ്ങനെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങളാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, ഞങ്ങൾ 100% ഞങ്ങൾ ഉപയോഗിക്കണതാണ്, അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 4-മത്തെ സ്റ്റെപ്പാണ് നമുക്കത്. ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് വരും, ജോയിൻ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റിൽ വരും. അപ്പൊ അവർക്ക് ആർ.സി.എമ്മിനെ കുറിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ട്രെയിനിങ്, മീറ്റിംഗ് കാര്യങ്ങൾ കൊടുക്കുക, അതിനെ മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ അവരിലെ ഫുള്ളായിട്ട് അവർക്ക് ആർ.സി.എം പറഞ്ഞു കൊടുക്കാം. പെട്ടെന്ന് ഒരിക്കലും ജോയിൻ ചെയ്തിട്ട് ഒറ്റയടിക്ക് എല്ലാം മറിച്ചിടാൻ വിചാരിച്ചൊന്നും നടക്കില്ല. കാരണം ഞാൻ 2-3 ആളുകളെ കണ്ടിട്ട് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അങ്ങനെ കണ്ട ആളാ. 2-3 ആളുകൾ വന്നപ്പോ ഇവര് വർക്ക് ചെയ്യും, നന്നായി വർക്ക് ചെയ്യും. കാരണം മീറ്റിങ്ങിനൊക്കെ വന്ന് 2-3 മീറ്റിംഗ് ഒക്കെ വന്ന് ഉഷാറായി ഫുൾ ടൈം കടയിൽ വന്നിരിക്കാൻ തുടങ്ങി. അതായത് ഒരു വൈകുന്നേരം ഈവനിങ് ആയ ഒരു 4 മണി 5 മണി ആയ കടയിൽ വരും, സംസാരിച്ചിരിക്കും, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കും ഡെയിലി. ഒരാഴ്ച 2 ആഴ്ചത്തോളം അത് ഏകദേശം ഒരു മാസത്തോളം പതിവായി. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു മൂപ്പര് ക്ലിക്കാവും. ആ ആളിന്ന് ആർ.സി.എമ്മിലേ അല്ല. ഐഡി ഉണ്ട്, വിളിച്ചാലും കൊടുക്കണില്ല. ഐഡി ഇപ്പോഴും ഉണ്ട്, ഞാൻ വാട്സപ്പിൽ ഡെയിലി മെസ്സേജ് വിടുന്നുണ്ട്, പക്ഷെ അതിനൊന്നും റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ആളുകളുടെ പിന്നാലെ പോയിട്ടും കാര്യമില്ല. അപ്പൊ നമ്മള് പുതിയ പുതിയ ആളുകളിലേക്ക് ആശയങ്ങൾ നമ്മൾ ഇത് ആർ.സി.എം എത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത്രയും വലിയ ഒരു കമ്പനി, 22 വർഷത്തെ പഴക്കമുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ ഇത്രയും പ്രൊഡക്റ്റോട് കൂടിയിട്ട് ആർ.സി.എം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഡ്രസ് ഐറ്റംസ് തന്നെ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് നമ്മളിൽ. പക്ഷെ നമ്മള് ഷോപ്പുകളിൽ കാണുന്നില്ല എന്നുള്ളൂ. ഇപ്പൊ ബദാനിയ വണ്ടർ വേൾഡിലും ആലപ്പുഴയിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്.
പക്ഷെ നമ്മൾ നേരിട്ട് ഡിപ്പോയിൽ പോയാൽ മാത്രമേ അത്രയും കളക്ഷൻസ് കാണുന്നുള്ളൂ. അപ്പൊ അത് കാരണം കസ്റ്റമേഴ്സിനും അവരും ചോദിക്കും ആ ഡ്രസ്സ് ഇതിലുണ്ടോ, ആ അപ്പൊ ഡ്രസ്സ് ഇവിടെ കാണാനല്ലോ, ഇങ്ങനെ 2 റൗണ്ട് നോക്കിയിട്ട് ഇവിടെ ഡ്രസ്സ് ഇല്ലല്ലോ. അപ്പൊ ഞാനും പറയും ഇവിടെ നിത്യപയോഗ സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളൂ. കാരണം ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് അതിന് സെലക്ഷൻ കൊണ്ടണം. എല്ലാ ഐറ്റംസിലും പല മോഡൽസ് നമ്മൾ കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കണം, എന്നാലാണ് അവർ എടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ 100% യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇപ്പൊ ഈ ഒരു 2 വർഷത്തോളമായിട്ട് എല്ലാവർക്കും ഡ്രസ് ഐറ്റംസ് ഞാൻ ഇറക്കി കൊടുക്കുന്നുണ്ട്. കാരണം അവര് ഏതാ സൈസ് വേണ്ടത് പറഞ്ഞ സാധനം ഇറക്കും കൊടുക്കും. അങ്ങനെ ഇപ്പൊ 2 വർഷത്തോളമായിട്ട് എല്ലാവർക്കും ഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടില് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം, ചെരുപ്പാണെങ്കിലും വൈഫിനാണെങ്കിലും ഒക്കെ ഞങ്ങളൊക്കെ മേടിക്കണമൊക്കെ കുട്ടിക്കും ഈ കുട്ടികൾക്ക് ഇനി മേടിക്കണം ഫുൾ RCM ആണ്. 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ താഴെയുള്ളവരെ കാണുള്ളൂ. അല്ലാതെ നമ്മള് വേറെ പ്യൂമടി അഡിഡാസിന്റെയും കമ്പനിയുടെ സാധനം ഇട്ടിട്ട് നിങ്ങളെല്ലാവരും RCMന്റെ സാധനം ഉപയോഗിക്കാൻ ഇട്ടോ പറഞ്ഞാൽ ആരും കേൾക്കില്ല. കാരണം നമ്മൾ എന്താണോ കാണുന്നത് നമ്മൾ താഴെ കാണുക. എന്റെ ലീഡേഴ്സ് എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ കാണുന്നത്. അപ്പൊ ലീഡേഴ്സ് എല്ലാവരും ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പിന്നെ അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടാവും ചിലപ്പോൾ അവരെന്നെ മാറ്റുന്നത്. ചില ലീഡേഴ്സ് അങ്ങനെയുണ്ട്. കാരണം എല്ലാ ടീമിലും ഉണ്ടല്ലോ പല കസ്റ്റമേഴ്സും പല രൂപത്തിലുണ്ടാവും. 100%. അപ്പൊ ഞാൻ RCMൽ 2020 വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു കോട്ട് ഇടണം എന്ന് ആഗ്രഹിച്ച ആളാണ്. ഇങ്ങനെ ഒരു കോട്ട്, അപ്പൊ ഇത് മേടിച്ചിടാൻ അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞു സ്റ്റാറിന്റെ മേലേക്ക് ആണ് കോട്ട് ഇടാൻ പറ്റുള്ളൂ പറഞ്ഞു. കാരണം ഇപ്പൊ എല്ലാവരും ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് പ്രോഗ്രാമിനൊക്കെ വരുമ്പോ നമുക്കൊരു ആഗ്രഹം കോട്ടൊക്കെ ഇടണ്ടേ, ഇങ്ങനെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ 4 ആൾ കാണുമ്പോൾ ഒരു ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 കീസോളിന്റെ ടാർജറ്റ് വന്നത് 20,000 PA. അന്ന് ഞാനിപ്പോഴും കീസോളിന്റെ എല്ലാ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലോപ്പും മുരിങ്ങ ക്രീമും മാത്രം സെയിൽ ചെയ്തിട്ടാണ് ഞാൻ 20,000 PA മേടിച്ചത്. ഗ്ലോപ്പും മുരിങ്ങ ക്രീമും മാത്രം ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ സെൽഫായിട്ട് യൂസ് ചെയ്യണ ഇവിടെ കടയിൽ കൊടുന്ന് വെക്കും. എപ്പോഴും ആര് വന്നാലും ഒന്ന് തോണ്ടാൻ കൊടുക്കും, ഒന്ന് ഉപയോഗിച്ച് നോക്കുക പറഞ്ഞിട്ട്. ഒരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞു നിന്ന മൂപ്പര് പോകുമ്പോ എന്നാ ഒന്നും എടുക്ക് നോക്കിയാ കെട്ടാറി. അന്ന് കൊണ്ടുപോയിരുന്നവർ ഇന്നും കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറെ ഗുണമുണ്ട്. ഇപ്പൊ പുതിയൊരു ടാർജറ്റ് വന്നിട്ടുണ്ട് കീസോളിന്റെ ഉഡാൻ എന്ന് പറഞ്ഞിട്ട്. അതിലിപ്പോ വൈഫ് ചെയ്യുന്നുണ്ട്, അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ ടാർജറ്റ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് അന്ന് കൊടുത്ത അതേ കസ്റ്റമേഴ്സ് ഇന്നും MRP സാധനം മേടിക്കുന്നുണ്ട്. ഗ്ലോ അപ്പ് ആണെങ്കിലും മുരിങ്ങ ക്രീം ആണെങ്കിലും. കാരണം അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാൽ വീണ്ടും ബാക്കിയുള്ളതൊക്കെ അവർ നോക്കും, എല്ലാ സാധനങ്ങളും. കാരണം അധികം മുരിങ്ങയുടെ പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളത്. ആ സെയിൽ ചെയ്തിട്ടാണ് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് രാജഗിരിയിൽ ഈ കോട്ടിന് അർഹത നേടിയത്. പാലക്കാട് ഞങ്ങൾ എട്ടാളുണ്ടായിരുന്നുള്ളൂ ആ പ്രോഗ്രാമിന്. പാലക്കാട് ജില്ലയിൽ നിന്ന് 8 ആളാണ് ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ സ്റ്റേജിൽ കയറിയ ആള്. അതേ ടാർഗറ്റാണ് ഡൽഹിയിലും കയറിയ. ഡൽഹിയിലും ഞങ്ങൾ 2 ആളുണ്ടായിരുന്നുള്ളൂ, ബാക്കി 5 ആളും 6 ആള് ലേഡീസ് ആയിരുന്നു. അവർ 6 ആളും പോന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 ആള് പോയി, ഞങ്ങൾ അവിടെ സ്റ്റേജിലും കയറി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പോകും. കാരണം ഇത്രയും വർഷത്തിനിടക്ക് ഒരു പ്രോഗ്രാമിനും അറ്റൻഡ് ചെയ്യാത്ത പൈസ മാത്രം മേടിച്ചിരിക്കണ കുറെ മേലുള്ള ലീഡേഴ്സ് ഉണ്ടാവും. കാരണം അവർക്ക് PV അവിടെ വരുന്നുണ്ട്, പിന്നെ ഇപ്പൊ അവർക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ വേണ്ടിയുള്ള ലീഡേഴ്സും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. കാരണം വർക്ക് ചെയ്യാതെ ക്യാഷ് കിട്ടല്ലേ സിമ്പിളായിട്ട്. കാരണം പണിയെടുത്ത് കൊടുത്തിട്ടുണ്ടാവും മറ്റുള്ള ലീഡേഴ്സ്, നല്ല നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട്. ഇപ്പൊ മൂർത്തി സാറും സുജിത് സാറൊക്കെ എത്രങ്ങാനും വർഷത്തിന് ഈ 10-22 വർഷത്തിനിടയ്ക്ക് സാധനങ്ങൾ ഇല്ലാത്ത സമയത്ത് കേരളത്തിലേക്ക് സാധനം കൊടുന്ന് സെയിൽ ചെയ്തിട്ടല്ല അവരിപ്പോ ഇത്രയും പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. അപ്പൊ അന്നത്തെ ആ ലീഡേഴ്സിനൊക്കെ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അത്ര ഒന്നും വേണ്ട, സ്മാർട്ട് വർക്കായിട്ട് നമുക്ക് വിജയിക്കാം സിമ്പിളായിട്ട്. കാരണം അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആഗ്രഹങ്ങൾ വരുമോ, ആ ടാർഗറ്റ് ചെയ്യണം, ഈ ടാർഗറ്റ് ചെയ്യണം. ടാർഗറ്റ് ഇല്ലാതെ ഒരു സംഭവമല്ല. ടാർഗറ്റ് ചെയ്താൽ തന്നെ നമ്മൾ അച്ചീവ് ആവുള്ളൂ. ഓരോ ടാർഗറ്റും ചെയ്തിട്ട് നമ്മളതിൽ അച്ചീവ് നേടണം. അപ്പോഴാണ് നമ്മക്ക് തന്നെ മാറ്റം വരുള്ളൂ. ഒരുപാട് വ്യത്യസ്ത ടാർഗറ്റുകൾ, മീറ്റിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ എല്ലാം അറ്റൻഡ് ചെയ്യണം. കമ്പനി പറയണത് തന്നെയാണ്, ട്രെയിനിങ്ങും മീറ്റിംഗും അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തും. ആ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പൊ നമ്മൾ സെയിലിംഗ് പഠിക്കും. സെയിൽ ചെയ്താൽ എന്നോട് കുറെ ആൾക്കാർ ഇവിടെ കയറി കഴിഞ്ഞാൽ പറയാം അജിപ്പം എന്തെങ്കിലും എന്നെ എടുപ്പിച്ചിട്ടേ വിടുള്ളൂ ഇല്ല പറയും. കാരണം പുറത്ത് നിൽക്കും, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിക്കണ്ട വെച്ചിട്ട്. അത് പറഞ്ഞു അവിടെ ഒന്നും മനസ്സിലാവില്ല, അങ്ങോട്ട് കയറിക്കോളിന്ന് പറയും. അപ്പൊ ഇങ്ങനെ ആലോചിക്കണം, കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിക്കണ്ടേ, ആരും വേണ്ടില്ല, അവർ പുറത്ത് നിൽക്കുക. അപ്പൊ നിങ്ങൾ മേടിക്കാത്ത നിങ്ങളെ ഇഷ്ടം, പക്ഷെ ഞാൻ ഇവിടെ കയറി കഴിഞ്ഞാൽ ഒക്കെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും ആ സാധനം, അങ്ങനെയാണ് നിങ്ങൾ മേടിക്കുന്നത്. അപ്പൊ ടാർഗറ്റും ട്രെയിനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് സെയിൽ ചെയ്യാൻ പഠിക്കും. സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് സെൽഫിൽ നമുക്ക് PV വരും.
അങ്ങനെ നമ്മളെ താഴെയുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എല്ലാം ഒരുപാട് നമുക്ക് ഞാൻ ഇപ്പൊ ഇന്ന് കുറെ പ്രോഗ്രാമുകൾ അഖില മാഡത്തിന്റെ ഒക്കെ പ്രോഗ്രാമുകൾ കഴിഞ്ഞ വർഷം പാലക്കാട് മൂർത്തി സാറും അഖില മാഡത്തിന്റെ ഒക്കെ പ്രോഗ്രാമുകൾ അതൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അവരുടെ ഒക്കെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവരെ അത്രയും അനുഭവിച്ചിട്ടാണല്ലോ അവർ പറയുന്നത്. കാരണം അന്നത്തെ കാലത്തുള്ള സോപ്പില്ലാത്തതും പ്രൊഡക്റ്റ് ഇല്ലാത്തതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഇന്ന് ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മളൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഷോപ്പിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഓപ്പണർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണത്. ഷോപ്പിൽ ഇരുന്നിട്ട് കാരണം നമുക്കത് ചിലപ്പോൾ പോകാൻ പറ്റില്ല. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അങ്ങനെ പോകേണ്ടി വരും. ഇപ്പൊ ഞാൻ പട്ടാമ്പി കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പട്ടാമ്പി ഞാൻ വല്ലപ്പോഴും ഭാഗത്താണ് ഷോപ്പ് ഉള്ളത്. പട്ടാമ്പിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി അവളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആ ചേച്ചി സാധനം കൊടുക്കുന്നുണ്ട്. ബംഗാളികളാണ് കൂടുതൽ. അപ്പൊ കൂടുതൽ പി വി ഇല്ലാത്ത സാധനം പോകുള്ളൂ ആട്ട. അപ്പൊ ഓരോ ചാക്ക ആട്ട ഒരാഴ്ചയിൽ അവിടെ പോയിങ്ങ. അപ്പൊ ഞാൻ അവിടെ പോയി അവരെന്നോട് പറഞ്ഞു നിങ്ങൾ പട്ടാമ്പിക്ക് വരുമ്പോ ഒന്ന് വരും, നമുക്ക് നേരിട്ട് കാണാം. കാരണം നേരിട്ട് കാണാതെ ജോയിൻ ചെയ്ത ആളാ. അപ്പൊ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞ നേരിട്ടൊന്ന് വരും, നമുക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെന്നു. കമ്പനി ചെന്നപ്പോ അവരെ മാനേജർ അവരെ സ്റ്റാഫുകൾ മലയാളികൾ കുറെ ഉണ്ട്. എല്ലാവരോടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോന്നു. പിറ്റേ ദിവസം വന്നപ്പോൾ അടുത്ത ഓർഡറും കാര്യങ്ങളും കിട്ടി. കാരണം ആകെ ഉപയോഗിക്കുന്ന പേസ്റ്റും ചായപ്പൊടിയും മാത്രമാണ്. ബാക്കിയുള്ളതൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇവർ കൊണ്ടുപോകണതും അതാണ്, അവർ മേടിക്കണതും അതാണ്. അപ്പൊ അല്ലാത്ത സാധനങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവർ മേടിച്ചു. അവരിപ്പോ കൂടുതൽ മേടിക്കണു. അവരെല്ലാ മാസം 1500 PV ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ 4 മാസമായി. 2 മാസം കൂടി കഴിഞ്ഞാൽ 2500 ആക്കും. 1500 ചെയ്യുന്ന ആളുകളൊക്കെ 2500ലേക്ക് മാറ്റം വരുത്തിയിട്ട് PV കൂട്ടാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് അവർ 5000 ചെയ്യാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ 5000 ചെയ്യും. കാരണം ഒറ്റയടിക്ക് 5000 ചെയ്യാൻ പറഞ്ഞാൽ ആ മാസം ചെയ്യും. പിറ്റത്തെ മാസം 2500 ഉണ്ടാവില്ല, 1500 ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ പുതിയൊരു വരുന്ന ആൾക്ക് ഫുള്ള് എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്ത്, അതായത് ഡയമണ്ട് ക്ലബിന്റെ ഒക്കെ സാധ്യതകൾ മനസ്സിലായതിനു ശേഷം മാത്രമേ ഡയമണ്ട് ക്ലബ്ബ് അവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരോട് 5000 ചെയ്യാൻ പറഞ്ഞാൽ അവര് ഒന്നും അറിയില്ല. 10,000 രൂപയുടെ സാധനം മേടിച്ചിട്ട് കട്ടിന്റെ അടിയിൽ വെച്ചിട്ട് ഷോക്കേസിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് സെയിൽ പോകണ്ടേ, സാധനം പോകണ്ടേ. അപ്പൊ ആ മാസം എങ്ങനെയെങ്കിലും തട്ടിമുട്ടും. പിറ്റത്തെ മാസം വിളിക്കുമ്പോൾ പറയും ഇതിപ്പോ കഴിഞ്ഞ മാസം മേടിച്ച് തന്നെ ഇവിടെ ഇരിക്കുക, ഇതിപ്പോ എന്താ കാട്ടുക, ഇനിയിപ്പോ ഈ മാസം മേടിച്ചിപ്പോ എന്താ കാട്ടുക. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ടീമിലുണ്ട്. അപ്പൊ ആവശ്യക്കാർക്ക് 1500 PV ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 1500 PV എല്ലാവരും കൂടെ മെയിൻറ്റെയിൻ ചെയ്യിക്കുക. അല്ലെങ്കിൽ 2500 ചെയ്യിക്കുക. പ്രീ ഡയമണ്ട് ക്ലബ്ബ്, സൂപ്പർ ഡയമണ്ട്, സ്റ്റാർ ഡയമണ്ട്. ഇനി എന്റെ ലക്ഷ്യം ഇനി അടുത്ത വർഷത്തേക്ക് 25,000 PV ആണ്. കാരണം ഞാൻ എല്ലാ വർഷത്തിലും കൂട്ടി കൂട്ടി വരും. ഓരോ വർഷത്തിലും 5000 10,000 വെച്ച് ഞാൻ കൂട്ടാണ്. ഇപ്പൊ 10,000 ഒന്നാണ് കൺവേർട്ട് ആക്കിയിട്ട് ന്യൂട്രി ചാർജ് 10,000 ആക്കിയെന്നുള്ളൂ. 10,000 തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി വില കൂടിയ സാധനം, മുക്കാൻ പറ്റാത്ത സാധനം ഞാൻ സെയിൽ ചെയ്തിട്ടാണ് ഞാൻ സെൽഫ് അടിക്കുന്നത്. 10,000 PV എല്ലാ മാസം അടിക്കും. കാരണം ഇപ്പൊ അത്യാവശ്യം കസ്റ്റമർ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഡി എച്ച് ഒക്കെ ഭയങ്കര റിസൾട്ടാണ്. DH ഒരു വാവന്നൂരിൽ നിന്നുള്ള ഒരു ഫാമിലി, അവർ ആദ്യം വ്യൂ ഉപയോഗിച്ചിരുന്നു. ന്യൂട്രി ചാർജ് വ്യൂ ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ അവരെ മകൾക്കും മരുവൾക്കും രണ്ടാളും പ്രഗ്നന്റ് ആയപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഞങ്ങൾ ഇത് ന്യൂട്രി ചാർജ് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ, ഒരു മെഡിസിൻ ഉപയോഗിക്കില്ല. അവരെ ഫാദർ അറിയാനും പാടില്ല. മകളും മരോളും കേൾക്കണത് അമ്മസാക്കിയും വാപ്പി അറിയാൻ പാടില്ല, DH കേൾക്കണത്. അപ്പൊ അവര് പറഞ്ഞാൽ അത് ഇങ്ങനെ മരുന്നാണെന്ന് പറഞ്ഞാൽ മതി. ആരും അങ്ങനെ പറഞ്ഞു അവരെ മേടിക്കാൻ പറ്റുന്ന ആള് ഇപ്പോഴും മേടിക്കാൻ പറ്റുക. അപ്പൊ ഒരു പേരും സാധനം മേടിക്കും പോകും. 9 മാസം അവർ ന്യൂട്രി ചാർജ് 2 ഡെയിലി, വുമൺ ഒന്നും കറക്റ്റ് ആയിട്ട് കഴിച്ചു. 9 മാസം കഴിച്ചു. പ്രസവിച്ചു. പ്രസവിച്ചിട്ട് അവരെൻ്റെ അടുത്ത് ഇവിടെ കുട്ടിനെ എൻ്റെ അടുത്തേക്ക് കൊടുന്ന് കാണിച്ചു. അത് എനിക്ക് വലിയൊരു അനുഭവമാണ്. കാരണം ഞാൻ ഒരുപാട് ആൾക്കാരോട് ഞാൻ പറയലുണ്ട് ന്യൂട്രി ചാർജ് DH കുറിച്ചിട്ട്. കാരണം എൻ്റെ വൈഫ് കഴിച്ചിരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം. കാരണം കണ്ണി കണ്ട ഫ്രൂട്ട്സ് ഇപ്പൊ നമ്മൾ എന്ത് കഴിച്ചാലും ഇപ്പൊ മുന്തിരിങ്ങയിലൊക്കെ കളർ മുക്കിയിട്ട് വിഷം മുക്കിയിട്ടാണ് സാധനം വരുന്നത്. അതിനൊക്കെ എത്രയും ബെറ്റർ ആണ് നമുക്ക് ന്യൂട്രി ചാർജ് വുമൺ കഴിക്കല്. ഒന്നും ചെയ്യാനില്ല, അത് പൊട്ടിക്കുക തൊള്ളിക്കലോ പാടില്ല, പൈസ മാത്രം മുടക്കി. നമ്മള് 4 സ്ട്രോബെറി മേടിക്കണമെങ്കിൽ 120 കൊടുക്കണം. 4 സ്ട്രോബെറിക്ക് അത് കുടിയേക്ക് എത്തിയാൽ ഈ വാങ്ങിയ ആൾക്ക് ചിലപ്പോൾ തിന്നാൻ കിട്ടൂല. കാരണം ആകെ ഒരു പെട്ടിയിൽ 4 5 ഉണ്ടാവുള്ളൂ. കിവി ആണെങ്കിലും ഈ ചെറി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, ഈ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ പെട്ടിയിലായിരിക്കും. ഇത് വീട്ടിൽ എത്തുമ്പോൾ മിക്കവാറും ആ പ്രഗ്നന്റ് ആയ ആൾക്ക് തിന്നാൻ കിട്ടില്ല. വുമൺ ആണെങ്കിൽ ആർക്കും ആവശ്യം ഉണ്ടാവില്ല, അവിടെ ഇട്ടുണ്ടാവും. ചിലവര് അവിടെ കേൾക്കൂല. ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ വിളിക്കും, കറക്റ്റ് ഏകദേശം കൊടുത്ത ഡേറ്റ് നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ പറയും അതിപ്പോ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് തോന്നുന്നു. കാരണം എന്താ, ഒന്നരാടെ കഴിക്കണ്, ഓർമ്മ ഉണ്ടാകുമ്പോൾ കഴിക്കും, എപ്പോഴേലും കഴിക്കും.
അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ട് നിങ്ങൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. കാരണം വെറുതെ നിങ്ങൾ സാധനം വേസ്റ്റ് ആക്കിയിട്ട് പൈസ ചെലവാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. അതിന് വേണ്ടിയിട്ടാ പറയുന്നത്. നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നേരെ കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കരുത്. കാരണം എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി കഴിക്കരുതല്ലോ. അങ്ങനെ DH ഒരുപാട് ഫാമിലി കൊടുക്കുന്നുണ്ട്. DH അത്യാവശ്യം ടി വി ഉണ്ട്. 450 വ്യൂയുടെ മേലുണ്ട് DH ടിസ്റ്റ് ആണെങ്കിലും DH ആണെങ്കിലും വുമൺ ആണെങ്കിലും ഇപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് TV എന്തായാലും വരും. കാരണം MRP ആണ് അത് കൊടുക്കുന്നത്. കസ്റ്റമേഴ്സ് വേറെ മേടിക്കുന്നുണ്ട്, താഴെയുള്ള ജോയിനിങ്ങൾ വേറെ മേടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ്. ന്യൂട്രിചാർജ് കൗൺസിലറായി. അപ്പൊ അതിന്റെ ഒരു പവർ കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ അത്രയും ന്യൂട്രിചാർജ് ചെയ്യണത്. 100% RCM ചെയ്യും. ഓക്കെ, അപ്പൊ ഗുഡ് RCM, മേരാ ചാർജ് ന്യൂട്രിചാർജ്.